A very good morning to everyone present here for today's session. In connection with our 75th anniversary, St. Mary's College has introduced Marine Technology Business Incubation Center. As part of this, we, the Marine Technology Business Incubation Center, organizes today's webinar on the topic Entrepreneurship Development. Let's begin our program with a silent prayer. Thank you all. I extend my warmest welcome to our dear principal, Dr. Sister Maggie Jose, in her absence, respective teachers, and my dear friends. Let me now invite Ginumas for her welcome speech. Okay, thank you, Neeta. Namaskaram. Platinum ജൂബിലിയോടനുബന്ധിച്ച് സെന്റ് മേരീസ് കോളേജ് മരിയൻ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ സംഘടിപ്പിക്കുന്ന വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് വിദ്യാർത്ഥിനികൾക്ക് ക്ലാസ് റൂം മതിലുകൾക്കപ്പുറത്ത് നിർണായകമായ ജീവിത നൈപുണ്യങ്ങൾ, ആ കഴിവുകൾ വികസിപ്പിക്കാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ വളരെ ഉപകാരപ്രദമാണ്. അനിശ്ചിതകാല ഭാവിയിലേക്ക് വിദ്യാർത്ഥിനികളെ സജ്ജമാക്കുക, അവർക്ക് കൂടുതൽ കഴിവുകൾ അല്ലെങ്കിൽ അത്തരം കഴിവുകൾ നേടിയിട്ടുള്ള അത്രയും വലിയ പ്രഗത്ഭരായ ആൾക്കാരിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് അനുഭവങ്ങൾ പങ്കുവെച്ചു കൊടുക്കുക എന്നീ ഉദ്ദേശത്തോടെയാണ് ഇത്തരം പരിപാടികൾ ഇവിടെ നടത്തുന്നത്. ഒരു മാറ്റം വരുത്താനും ലോകം മികച്ച സ്ഥലമാക്കാനും ഈ സംരംഭകത്വം വഴി സാധ്യമാകുന്നു. അതിനായി നമ്മുടെ കോളേജ്, സെന്റ് മേരീസ് കോളേജ്, സംരംഭകത്വത്തിന് ഊന്നൽ നൽകുന്നു. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നോബി ജോസഫ് സാറാണ്. അദ്ദേഹം മില്ലിനിയം റബ്ബർ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമാണ്. മാത്രമല്ല അദ്ദേഹം കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ജില്ലാതല പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ ഈ കോളേജിന്റെ പേരിൽ, സെന്റ് മേരീസ് കോളേജിന്റെ പേരിൽ വളരെയധികം സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും അതുപോലെ തന്നെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി. Thank you, Ginumas. I consider it a great honor to welcome today's resource person, Mr. Nobi Joseph, founder and managing director of Millennium Rubber Technologies Private Limited. Hearty welcome, sir, and over to you. Good morning to you, dear students and the faculty members. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തീർച്ചയായിട്ടും ഞാനൊരു റിസോഴ്സ് പേഴ്സൺ തന്നെയാണ്. പക്ഷേ ഈ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഐ തിങ്ക് ഐ എം ഓഡിബിൾ ടു ഓൾ ഓഫ് യു. Yes, sir, audible. ക്ലിയർ ആണല്ലേ? പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സർ. ഓക്കെ. എങ്കിൽ തന്നെ നിങ്ങളുടെ ഈ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയോട് ഈ എന്റർപ്രണർഷിപ്പിനെ കുറിച്ച് എന്താണ് കൃത്യമായിട്ട് പറയണമെന്ന് എനിക്കൊരു ധാരണക്കുറവുണ്ട്. കാരണം എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അതിന് പല തലങ്ങളുണ്ട്. ഇപ്പം മേ ബി ഒരുപക്ഷെ നമ്മൾ ഈ മീറ്റിംഗ് നമുക്ക് എന്റർപ്രണർഷിപ്പിനെ കുറിച്ചുള്ള ഒരു അവബോധമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോട്ടിവേഷനോ ആ രീതിയിലുള്ള ഒരു ക്ലാസ് വേണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം നടത്താം. പിന്നെ ഇതിന്റെ ഹയർ ലെവലിൽ വരുമ്പം എങ്ങനെയാണ് ഒരു എന്റർപ്രണർഷിപ്പ് എങ്ങനെയാണ് നടത്തേണ്ടത്, ഒരു ബിസിനസ് എങ്ങനെ രൂപീകരിക്കണം, എന്തൊക്കെയാണ് ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെയാണ് അതിന്റെ ഡേഞ്ചേഴ്സ് എന്നുള്ള പല തലങ്ങളിലുള്ള രീതികളിൽ നമുക്ക് സംസാരിക്കാം. പക്ഷെ അതിന് ഐ തിങ്ക് നമ്മൾ അതിന്റെ റെഡിയായ ഒരു അവസരം ആണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം എനിക്കൊരു കുറച്ചൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാം. എന്നെ കുറിച്ച് സൂചിപ്പിച്ച പോലെ എനിക്കൊരു 20 വർഷത്തെ ഈ എന്റർപ്രണർ എക്സ്പീരിയൻസ് ഉണ്ട്. 2020 ഞാനും എൻ്റെ കുറച്ച് കോളേജ് മേറ്റ്സിനോട് കൂടി ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ എടുത്തിയാടി ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തതാണ്. എൻ്റെ വളരെയധികം ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു വന്നിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വളരെ നല്ല രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്ത് ഇപ്പം നമ്മൾ ഒരു 10 കോടിയോളം ടേൺ ഓവർ ചെയ്യുന്നുണ്ട്.
ഏകദേശം ഒരു 90 പേർക്ക് ഡയറക്റ്റായിട്ട് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഒരുവിധം എൻ്റെ ഒരു അസസ്മെന്റിൽ ഒരുവിധം ഒരു ട്രാക്കിൽ ആയ ഒരു ഫേമാണ് ഞാനിപ്പം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതിലേക്കുള്ള ഒരു തീർച്ചയായിട്ടും ഒത്തിരി എക്സ്പീരിയൻസസിന്റെ ഒരു റിസോഴ്സ് തന്നെയാണ് എന്നെ പോലുള്ള ആൾക്കാർ. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ എന്നോട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. എന്റർപ്രണർഷിപ്പിനെ കുറിച്ച് ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം ആമുഖമായിട്ട് പറഞ്ഞോട്ടെ. കാരണം ഒരുപക്ഷെ ഞാൻ എന്നെ തന്നെ നിങ്ങളൊരാളായിട്ട് കാണുകയാണെങ്കിൽ ഒരു കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്ന സമയത്തോ അല്ലെ അത് തൊട്ട് കഴിഞ്ഞ സമയത്തോ ഒരു എന്റർപ്രണർ ആകണമെന്നുള്ള വലിയ ആഗ്രഹം അന്ന് തന്നെ മനസ്സിൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എങ്ങനെ വന്നെന്ന് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം, മറ്റുള്ളവരെ അധികം ഡിപ്പെൻഡ് ചെയ്യാതെ നിലകൊള്ളുക, ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു കുറച്ചു പേർക്ക് തൊഴിൽ കൊടുക്കുക, സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്തുക എന്നുള്ളൊരു വലിയ ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിലും അതിനൊന്നും ഒരു സാധ്യതയും അന്ന് തെളിഞ്ഞു വന്നില്ല. കാരണം ആരും നമ്മൾ ഈ പ്രായത്തിൽ ശരിക്കും നമ്മളുടെ മാതാപിതാക്കൾക്ക് നമ്മൾ വളരെ ഡിപ്പെൻഡന്റ് ആയിരിക്കും അല്ലേ. നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത് ഞാൻ ഇതിന് പോവുകയാണ് എന്ന് പറയാനുള്ള ഒരു അവസരം അന്ന് കാലത്ത് തീരെയില്ല. ഇന്നൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ സിറ്റുവേഷൻസ് മാറിയെന്നറിയാം. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു 30 വർഷം മുമ്പാണ് ഞാൻ ഡിഗ്രി എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്. അന്ന് എനിക്ക് ഒന്ന് ബിസിനസ് ചെയ്യാന്ന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നാട്ടിലൊക്കെ വളരെ മോശമായ ഒരു കാര്യമാണ്. ഇവനെന്തോ തലതിരിഞ്ഞു പോയി എന്നുള്ളൊരു ചിന്താഗതിയാണ് അന്ന് പൊതുവെ വന്നുകൊണ്ടത്. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് അന്ന് ബിസിനസിനെ കുറിച്ചുള്ള ഒരു കാലഘട്ടമാണത്. ഒരുപക്ഷെ അന്ന് സാധ്യതകളും കുറവായിരുന്നിരിക്കുക, അതുകൊണ്ടായിരിക്കാം അത്ര ഒരു നെഗറ്റീവായിട്ട് സമൂഹം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കാലഘട്ടം ഒത്തിരി മാറി. എങ്കിലും നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് എന്റർപ്രണർ ആകണമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് എത്താൻ വേണ്ടി ഉള്ള തീരുമാനം അത്ര സുഖകരമാകണമെന്നില്ല ഇപ്പോഴും. കാരണം നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പേരൻസിനെ ഡിപ്പെൻഡന്റ് ആണ്. എന്റർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല റിസോഴ്സസും വേണം, അതിന് ഫിനാൻസ് വേണം, ചിലപ്പോൾ ഇരിക്കാനൊരു ഓഫീസ് വേണ്ടി വരും, ഇനിഷ്യലായിട്ടുള്ളൊരു ക്യാപിറ്റൽ വേണ്ടി വരും, മറ്റ് അത് രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള രജിസ്ട്രേഷൻസ്, നടപടികൾ, കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒത്തിരി സഹായം, ഹെൽപ്പും സപ്പോർട്ടും ഫിനാൻസും ഒക്കെ വേണ്ടി വരും. അതിനൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരൻസിന് ഈ സമൂഹത്തേക്ക് ഡിപ്പെൻഡന്റ് ആയിരിക്കാം. അപ്പൊ ഇപ്പോഴും അതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇപ്പൊ സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇപ്പം പുതിയ എന്റർപ്രണേഴ്സിന്, സ്റ്റാർട്ടപ്പ് എന്ന വാക്കൊന്നും ഞാനൊന്നും ഒരു 5 വർഷം മുമ്പ് കേട്ടിട്ടൂടില്ല. ഇപ്പൊ എല്ലാ ദിവസവും എവിടെയും പേപ്പറിലോ ടിവിയിലോ ഒക്കെ സ്റ്റാർട്ടപ്പ്, MSME, സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ വലിയൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളം പോലുള്ള നമ്മളുടെ ഈ സംസ്ഥാനത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അഭ്യധ്യസ്ഥരായ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ യൂത്തിന് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ജോലിയില്ല എന്നൊരു വലിയൊരു പ്രശ്നമുണ്ട്. അത് ദീർഘകാലമായിട്ട് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നമാണ്, അറിയാം. പക്ഷെ അത് കൂടി വന്ന് ഇപ്പം നമ്മളുടെ ഈ പാൻഡമിക് ഉണ്ടാക്കിയ റെസ്ട്രിക്ഷൻസും പിന്നെ മറ്റ് ഗൾഫ് മേഖലയിലെ തൊഴിലവസരങ്ങൾ കുറഞ്ഞതും ട്രാവൽ റെസ്ട്രിക്ഷൻസും എല്ലാം കൂടെ വന്ന് വരിഞ്ഞു മുട്ടി നമുക്കിപ്പം പുറമേ നിന്നുള്ള ജോലികൾക്കുള്ള ജോലികളുടെ ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം കുറഞ്ഞു. അപ്പം സമൂഹത്തിലും ഗവൺമെന്റ് തലത്തിലൊക്കെ വലിയൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. എന്താണ്, നിങ്ങളൊരു തൊഴിൽ അന്വേഷകനാകാതെ ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരാളാകുക, കൂട്ടത്തിൽ കുറച്ചു പേർക്ക് തൊഴിലും കൊടുക്കുന്ന ഒരാളാകുക. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്റർപ്രണർഷിപ്പിന് വേണമെങ്കിൽ നമ്മുടെ ഈ കോണ്ടെസ്റ്റിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഒരു എന്റർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു തൊഴിലെടുത്ത് ജീവിക്കുന്നു, സെൽഫ് സസ്റ്റൈനിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ലെ ഒരു തൊഴില്, കൂട്ടത്തിൽ നമ്മളൊരു കുറച്ച് പേർക്കൂടെ ജോലി കൊടുക്കുന്നു, നമ്മൾ ഗവൺമെന്റിലേക്ക് ഒരു റവന്യൂ കൊടുക്കുന്നു, അതിന്റെ എല്ലാ റിസ്ക്കും നമ്മൾ തന്നെ ഏറ്റെടുക്കുന്നു. അതാണ് എന്റർപ്രണർഷിപ്പ് മറ്റു കാര്യങ്ങളുമായിട്ടുള്ള ഒരു വ്യത്യാസം. ഇതിന്റെ എല്ലാ റിസ്ക്കും നമ്മളാണ് എടുക്കുക, എന്റർപ്രണർ എടുക്കുക. അതിന്റെ ബെനിഫിറ്റ്സ് നമുക്കും കിട്ടും, സമൂഹത്തിനും കിട്ടും. നമുക്ക് അതിന്റെ ബിസിനസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും, സമൂഹത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആൾക്കാരുടെ ശമ്പളമായിട്ട് പോകും, നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആയിട്ട് പോകും. അപ്പം ഇതിലേക്ക് ഇങ്ങനെ ഒരു ഫോക്കസ് മാറിയത് കൊണ്ട് നിങ്ങളുടെ താല്പര്യമുള്ള ആൾക്കാർക്കുള്ള റെസ്ട്രിക്ഷൻസ് അല്ല, അതിനുള്ള ഈ കടമ്പകൾ കുറച്ച് ഇവിടെ സിമ്പിൾ ആണെന്ന് ഇപ്പം നമുക്ക് ധരിക്കും. പക്ഷെ കൂടുതൽ റെസ്ട്രിക്ഷൻസ് മറ്റു രീതിയിൽ വരുന്നുണ്ട്. എക്കണോമി വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ബിസിനസ് രംഗങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാവുന്നു, മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അവിടെയും
നിങ്ങളെ പോലുള്ള കമ്മ്യൂണിറ്റി മിക്ക എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ ഗേൾസ് ആണെന്ന് തോന്നുന്നു. ഗേൾസ് സ്റ്റുഡൻസിനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് കൺസെപ്റ്റ്സ് തന്നെ മാറി വരുവാണല്ലോ. ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുക, ഓഫീസിൽ പോയി ജോലി ചെയ്യുക എന്നുള്ളതിനെ മാറിയിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന അവസരമുണ്ട്. കാരണം ഇപ്പോഴും എന്താണ് പല ഫാക്ടറികളിലും നമുക്ക് രാത്രികളിൽ ലേഡീസിനെ എംപ്ലോയ് ചെയ്യാനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ഇറങ്ങി പ്രത്യേകിച്ചും രാത്രികാലങ്ങളിലൊക്കെ യാത്ര ചെയ്യാനൊക്കെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇപ്പോഴും നിലവിലുണ്ട്. അതൊന്നും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും പക്ഷെ ഇതിനകത്തൊക്കെയുള്ള ഈ പാൻഡമിക് തന്നേക്കുന്ന ഈ ലോക്ക്ഡൌൺ തന്നേക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ റൂമിലിരുന്ന് പോലും വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാനോ തുടങ്ങാനോ ഒക്കെ സാധിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് വന്നേക്കുന്ന ഒരു പുതിയ ഒരു ഇനിഷ്യേറ്റീവാണ് നാനോ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയും. അതായത് ചെറിയ ഹൗസ് ഹോൾഡ് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന വ്യവസായങ്ങളെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 5 HP വരെ 5 ഹോഴ്സ് പവർ വരെ പവർ ഉപയോഗിക്കുന്ന വ്യവസായങ്ങൾക്ക് ഇപ്പോൾ പഞ്ചായത്ത് ലൈസൻസ് അങ്ങനെയുള്ള ലൈസൻസ് ഇല്ലാതെ തന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു നമ്മളൊരു അംഗീകൃത ഒരു ബിസിനസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിന് ഗവൺമെന്റ് സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സബ്സിഡിയൊക്കെ ഇവിടെ നിൽക്കട്ടെ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഈ ലെവലിൽ വരെ നമ്മുടെ സമൂഹവും ഗവൺമെന്റും ഡിപ്പാർട്ട്മെന്റ്സും ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യം. ഈ കാര്യമൊന്നും ഞങ്ങളുടെ തുടക്കകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇപ്പം എന്റർപ്രണർഷിപ്പ് ഗവൺമെന്റ് വലിയ രീതിയിൽ ഗവൺമെന്റ് സമൂഹവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ അന്തസത്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ കൂടുതൽ വെൽത്ത് ക്രിയേറ്റേഴ്സ് വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് നടത്തുന്നയാളാണ്. ചെറുതാകാം വലുതാകാം, എന്തായാലും അതിന്റെ ഫുൾ റിസ്ക്കും എടുക്കുന്ന എന്റർപ്രണറാണ്. ഗവൺമെന്റിന് റിസ്ക് ഇല്ല, സമൂഹത്തിന് റിസ്ക് ഇല്ല, ഒരു ഡിപ്പാർട്ട്മെന്റിന് റിസ്ക് ഇല്ല. അതിന്റെ റിസൾട്ടിന്റെ ഭൂരിപക്ഷം കൊണ്ടുപോകുന്ന ഗവൺമെന്റുമാണ്. ബൈ വേ ഓഫ് ടാക്സസ്, ബൈ വേ ഓഫ് സാലറീസ്, ബൈ വേ ഓഫ് ഫീസ്. ഇത് എനിക്കൊക്കെ എന്റെ ബിസിനസ്സിൽ ഒരു 10% നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ കാക്ഷിക്കുന്ന ഒരു കാര്യം. 10 കോടി ബിസിനസ് 10 കോടി ടേൺ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കോടി നമുക്ക് ഒരു വർഷം പ്രോഫിറ്റ് കിട്ടണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കില്ല. പക്ഷെ അതിന്റെ എത്രയോ 10 മടങ്ങ് ഗവൺമെന്റ് ടാക്സ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ എത്രയോ ഇരട്ടി ഗവൺമെന്റ് ടാക്സ്, GST തന്നെയായിട്ട് അതിനേക്കാൾ വളരെ വലിയൊരു തുക ഗവൺമെന്റ് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ എത്രയോ ഇരട്ടി സാലറി ആയിട്ട് ഈ സമൂഹത്തിൽ ഡിസ്പേഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. നല്ലൊരു തുക വർഷാവർഷം ഗവൺമെന്റിന്റെ റവന്യൂ ആയിട്ട് പല ഫീസസ് എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം. അപ്പം അതാണ് ഗവൺമെന്റ് എല്ലാ ഗവൺമെന്റും എല്ലാ ലോകത്തും എല്ലായിടത്തുമുള്ള ഗവൺമെന്റുകൾ ബിസിനസ് സംരംഭങ്ങളെ കണ്ടമാനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരവസ്ഥയുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ പറയുന്നത് എങ്ങനെയുണ്ട്? ഒരു ഇതൊക്കെ നിങ്ങളുടെ രീതിയിൽ അക്സെപ്റ്റബിൾ ആണോ? എനിക്ക് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് തരാമോ? കരോളിൻ മറിയാണ് കേട്ടോ എന്റെ മോള്, ആള് ഇതിനകത്ത് കേട്ടിരിപ്പുണ്ട്. ഓക്കെ, തല കാണുന്നുണ്ട്. ഇതിന്റെ കോർഡിനേറ്റർ എങ്ങനെയുണ്ട്? എന്റെ ഈ പ്രസന്റേഷൻസ് ഒരുവിധം നല്ലതാണോ? ഞാൻ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടോ? ഒരു ഫീഡ്ബാക്ക് തരുമോ ആരെങ്കിലും? യെസ് സർ, സർ വളരെ ക്ലിയർ ആണ്. നമുക്ക് അപ്പൊ ഞാനിപ്പോ ആദ്യം പറഞ്ഞത് എന്റർപ്രണർഷിപ്പിന്റെ പൊതുവെയുള്ള ഒരു സമൂഹത്തിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു എന്റർപ്രണർ ആകുമ്പോൾ നമുക്കുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യും. ഒരു എന്റർപ്രണറായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കരുതുന്നത് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം ടെൻഷൻസും ഉണ്ടെങ്കിലും ഏറ്റവും സുഖകരമായ ഒരു കരിയറായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. എനിക്കിത് പറയാനുള്ള അവകാശമുണ്ട്. കാരണം ഞാനൊരു 10 വർഷത്തോളം ജോലി ചെയ്തിട്ടാണ്. ഞാനൊന്ന് സൂചിപ്പിച്ചില്ല, ഈ എൻ്റെ ബിടെക് കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലും റബ്ബറിലാണ് എൻ്റെ ഡിഗ്രി ബിടെക് ഉള്ളത്. അപ്പൊ ഞാൻ റബ്ബർ ഫീൽഡിൽ എന്തെങ്കിലും ചെറിയൊരു പ്രസ്ഥാനം തുടങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഐഡിയ ഒരു തരത്തിലും ഒരിടത്തും ആരുടെ ഒരു സപ്പോർട്ട് ഇല്ലാത്തതാണ് ഞാൻ അങ്ങ് മടക്കി വെച്ചു. എന്നിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തു. ഞാൻ ആദ്യം ബോംബെയിൽ ഏഷ്യൻ പെയിന്റ്സിൽ 2 വർഷം ജോലി ചെയ്തു. അതിനുശേഷം എറണാകുളത്തൊരു മർക്കം എന്ന് പറഞ്ഞ ഫേമിൽ 8 വർഷം. അങ്ങനെ മൊത്തം 10 വർഷം ഞാൻ ജോലി ചെയ്തിട്ടാണ് ജോലി ഉപേക്ഷിച്ചിട്ട് പിന്നെ ബിസിനസ്സിലേക്ക് തിരിച്ചു വന്നത്. അപ്പം എനിക്കൊരു കാര്യം എടുത്തു പറയാൻ സാധിക്കും.
ഈ ഞാൻ 2 കരിയറും നടത്തിയതാണ്. സർവീസും ചെയ്തതാണ്, അത്യാവശ്യം നല്ല കമ്പനികളിലാണ് വർക്ക് ചെയ്തത്, എന്റർപ്രണർ ആയതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ തീർച്ചയായിട്ടും ഒരു എന്റർപ്രണർഷിപ്പാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല, അതിന് അബ്സല്യൂട്ട്ലി നോ കമ്പാരിസൺ. നിങ്ങൾ ലോകത്ത് ഏറ്റവും നല്ല കമ്പനിയിൽ ഏറ്റവും സാലറിയായിട്ട് ആയിട്ടുള്ള ഒരു കരിയർ എത്തുന്നതിനേക്കാളും എത്രയോ ആഹ്ലാദകരമായിരിക്കും ഒരു എന്റർപ്രണർ ആയി കഴിഞ്ഞാൽ. അതിനൊരു ബേസിക് കാരണമുണ്ട്. ബേസിക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഹ്യൂമൻസ്, വി ആർ ഫ്രീഡം ലവിങ് അല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം, അല്ല നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മുടെ ഫ്രീഡത്തെ കർട്ടൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ഒരാൾ കയറുന്നത് നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല അല്ലെ. നമ്മുടെ വണ്ടി ഓടിച്ചു മുമ്പിൽ ഒരു സൈക്കിൾ വന്ന് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ദേഷ്യം വരും അല്ലേ. നിങ്ങളോട് വീട്ടിൽ നിന്ന് പറയുകയാണ് ഇന്ന് പോകണ്ട, ഇന്ന് അവിടെ എന്താ പോകണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് ദേഷ്യം വരും. എന്താണ് കാര്യം? നമുക്കുള്ള ഫ്രീഡത്തെ വേറൊരാൾ അത് തടയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ജോലികളിൽ നമ്മളൊരു സർവീസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കണ്ടീഷനാണ്. കാരണം നമ്മൾ എപ്പോഴും ഒരാളുടെ അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അത് എത്ര വെൽ ഡിഫൈൻഡ് ഓർഗനൈസേഷൻ ആണെങ്കിലും എപ്പോഴും നമ്മൾ ഒരാളുടെ ചൊൽപ്പടിക്ക് നമ്മൾ നിൽക്കണം. ഒരു ഓർഗനൈസേഷന്റെ ഗൈഡ് ലൈൻസ് ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പലതും തോന്നും, ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്, ഇതിനൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇതല്ലേ കുറച്ചുകൂടെ നല്ല കാര്യം, ഇങ്ങനെ പോയാൽ കുറച്ച് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ലേ, എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചുമ്മാ ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കാൻ പറഞ്ഞത്, വേറെ എന്റെ ഇങ്ങോട്ട് ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു, അത് ചെയ്യാൻ പറയുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ വന്നാലും നമുക്കത് ഫലപ്രദമായിട്ടൊരു ഇംപ്ലിമെന്റ് ചെയ്യാൻ മിക്കയിടത്തും പറ്റത്തില്ല. അങ്ങനെയാണ് ഈ ടഫിൽസ് ഒക്കെ ഓർഗനൈസേഷനുള്ളിൽ വരുന്നത്. ബോസ് പറഞ്ഞ് നമ്മൾ കേൾക്കേണ്ടി വരും, ബോസിനെ നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടി വരും. അതാണ് അവിടെ ഒരു ലിമിറ്റേഷൻ. അത് നമ്മളുടെ ഹ്യൂമൻസിന്റെ ഫ്രീഡമായിട്ടാണ് ഞാൻ ലിങ്ക് ചെയ്യുന്നത്. നമ്മളുടെ ഒരു ഫ്രീഡം എന്നുള്ള കാര്യത്തേക്ക് അതിന്റെ റെസ്ട്രിക്ഷൻ വരുന്നു. എന്റർപ്രണർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങൾക്ക് ഇന്ന് പോകണമെങ്കിൽ പോകാം, പോകണമെങ്കിൽ പോകണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കമ്പനി അക്വയർ ചെയ്യാം, വേണമെങ്കിൽ ഡൗൺ സൈസ് ചെയ്യാം, അപ്പ് സൈസ് ചെയ്യാം, സ്കെയിലപ്പ് ചെയ്യാം, ആൾക്കാരെ എംപ്ലോയ് ചെയ്യാം, പറഞ്ഞുവിടാം, എന്തും ചെയ്യാനുള്ള ഒരു അബ്സല്യൂട്ട് ഫ്രീഡം ഉള്ള ഒരു കരിയറായിട്ട് ഒരു ബിസിനസ്സുകാരൻ മാറുകയാണ്. അതാണ് ഇതിന്റെ സത്യം പറഞ്ഞുള്ള എൻജോയ്മെന്റ്. എനിക്കിന്ന് ഈ മീറ്റിംഗ് പങ്കെടുക്കാം അല്ലെ, ഐ വിൽ ഡിസൈഡ് മീറ്റിംഗ് പങ്കെടുക്കുന്നത് വേണ്ടത് എനിക്ക് തീരുമാനിക്കാം. എനിക്ക് ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഞാൻ ഒരു ഓർഗനൈസേഷനിലെ ഒരു മാനേജറോ ഒരു GMO ഒരു ഡയറക്ടറോ ആണെങ്കിൽ തന്നെ എനിക്ക് എന്റെ ബോസിന്റെ പെർമിഷൻ എടുക്കേണ്ടി, സാർ ഇന്ന് എനിക്ക് രാവിലെ ഇങ്ങനെ ഒരാൾ മീറ്റിംഗ് റിക്വസ്റ്റ് ചെയ്യണം, ഞാനിന്ന് പൊക്കോട്ടെ. 99% ആൾക്കാരും പൊക്കോളാൻ പറയായിരിക്കും. ചിലപ്പോൾ 1% ആൾക്കാർ അല്ലെ 1% സമയം പോകണ്ടെന്ന് പറഞ്ഞിരിക്കും. ഇന്ന് എനിക്ക് വേറെ ആവശ്യം ഉണ്ടാണല്ലോ, എന്തിനാ എപ്പോഴും മീറ്റിങ്ങിന് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ന മനുഷ്യനത് ഇഷ്ടപ്പെടാൻ വഴിയില്ല. അതാണ് എന്റർപ്രണർഷിപ്പിന്റെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം അല്ലെ സൗന്ദര്യം എന്ന് ഞാൻ കാണുന്നത്. നമുക്ക് വി ഹാവ് അബ്സല്യൂട്ട് ഫ്രീഡം. പക്ഷെ അതിന്റെ കൂടെ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ആക്ഷൻസ്. ഓക്കെ, അത് മാത്രമേ നമ്മളെ ഫ്രീഡത്തെ ഖനിക്കുള്ളൂ. ഞാനിന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ ഇന്ന് പോകണ്ട. പക്ഷെ അതുകൊണ്ട് കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഞാനിന്ന് എന്റർപ്രണർ പോയിരിക്കും. ഞാൻ എന്റർപ്രണർ ചിലപ്പോൾ 24 hours വർക്ക് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. കാരണം അവിടെ ക്രിട്ടിക്കൽ ആയിട്ടൊരു പ്രശ്നം നിൽക്കുകയാണ്, അതെനിക്കത് തീർത്തേ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ കൂടെ റെസ്പോൺസിബിലിറ്റി ലിങ്ക്ഡ് ആണ് കേട്ടോ. നമ്മളുടെ ആക്ഷൻസിന് നമ്മൾ ഡയറക്റ്റ് റെസ്പോൺസിബിൾ ആയിരിക്കും. ആ ഉത്തരവാദിത്ത ബോധം വരുമ്പോൾ തന്നെ നമ്മൾ എന്റർപ്രണർമാർ ഉഴപ്പാനോ അങ്ങനെ ലീവ് എടുക്കാനോ അങ്ങനൊന്നും ഒരിക്കലും പോകില്ല. കാരണം അത് എന്റർപ്രണറുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. പിന്നെ വേറെ ഇതിനകത്തൊരു മനസ്സും കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റർപ്രണേഴ്സ് ആർ നെറ്റ് ഗിവേഴ്സ് ടു ദ സൊസൈറ്റി. നമ്മളിപ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് സർക്കാർ എന്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത്. സിമ്പിൾ ബിസിനസ് ആണ്. കാരണം ടു മേക്ക് റവന്യൂ. ഗവൺമെന്റിന് കൂടുതൽ റവന്യൂ കിട്ടും, നാട്ടിൽ കൂടുതൽ തൊഴിൽ വരും. റിസ്ക് എല്ലാം പോകുന്നത് എന്റർപ്രണർ. ഗവൺമെന്റിന് ഒരു റിസ്ക്കും ഇല്ല. തിരിച്ചു പറഞ്ഞാൽ ഒരു എന്റർപ്രണർക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി തരുന്ന ഒരു ചിന്താഗതി എനിക്ക് എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ 15 ലക്ഷം രൂപ GST അടയ്ക്കും അല്ലെ. എല്ലാ വർഷവും ഈ കമ്പനിയിൽ നിന്ന് സർക്കാരിലേക്ക് GST ആയിട്ട് 10-15 ലക്ഷം രൂപ വരെ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് റവന്യൂ ആയിട്ട് പോവാണ്. നമ്മൾ 15 ലക്ഷം രൂപയാണ് നമ്മൾ സാലറി ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്തിട്ട് എല്ലാ മാസവും. അപ്പൊ നമ്മളൊരു നെറ്റ് ഗിവേഴ്സ് ആണ് ഈ സൊസൈറ്റിയിൽ, ടേക്കേഴ്സ് അല്ല. മറ്റേ ആൾക്കാരാണ് കൂടുതലും ടേക്കേഴ്സ് ആയിട്ട്. ടേക്കേഴ്സ് ഒക്കെ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ സമൂഹത്തിന് എല്ലാവരെയും വേണം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ സമൂഹത്തിന് എല്ലാ ആൾക്കാരും വേണം. കുറെ എന്റർപ്രണേഴ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് എഞ്ചിനീയേഴ്സ് വേണം, നമുക്ക് ഡോക്ടർമാർ വേണം, നമുക്ക് മാനേജർമാർ വേണം, നമുക്ക് സ്റ്റാഫ് വേണം, നമുക്ക് ഡ്രൈവർമാർ വേണം, നമുക്ക് ബാർബർമാർ വേണം. നമുക്ക് ഈ സമൂഹത്തിൽ എല്ലാവരും വേണം. ഇതൊരു കോമ്പിനേഷനാണ്. അങ്ങനെ ഈ സമൂഹം അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ ആ
ആ പല പല ആൾക്കാരിൽ നമ്മളാണ് ഇവരുടെ ഒരു റിസോഴ്സ് പ്രൊവൈഡേഴ്സ്, എസ്പെഷ്യലി ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്റർപ്രണേഴ്സ് ആണ്. അപ്പൊ നമ്മളൊരു നെറ്റ് ഗിവേഴ്സ് ആണ്. ആ ഒരു ചിന്താഗതി നമുക്ക് വലിയ ഒരു ആത്മസംതൃപ്തി തരും. അപ്പൊ ഇത് എന്റർപ്രണറായുടെ നെറ്റ് റിസൾട്ട് ആണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ എന്റർപ്രണേഴ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലൈഫ് എൻജോയ് ചെയ്യുന്നത്. അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഫിനാൻഷ്യൽ റിസോഴ്സസ് ലിമിറ്റേഷൻ ഇല്ല. കമ്പനി പ്രസ്ഥാനങ്ങളൊക്കെ വലുതാവുന്നതനുസരിച്ചിട്ട് മറ്റേ റിട്ടേൺസും പ്രോഫിറ്റും ഒക്കെ വളരെയധികം കൂടും. നമുക്ക് റോഡിൽ കാണല്ലോ, വലിയ വലിയ കാറുകൾ ഓടിച്ചു പോകുന്നവരൊക്കെ തന്നെ എന്തെങ്കിലും ബിസിനസ്സുകാരായിരിക്കും. മറിച്ച് അവരൊന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോ ഒന്നും ആയിരിക്കില്ല. ശ്രദ്ധിച്ചോളൂ, ഏറ്റവും വലിയ വണ്ടികൾ, കാറുകൾ, അങ്ങനെ ഒരു നല്ല ഒരു പ്ലസന്റ് ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നതും എന്റർപ്രണേഴ്സിനെയാണ്. നമ്മൾ കാണാതെ പോകുന്നൊരു മുഖമുണ്ട് അതിനകത്ത്, അത് ഞാൻ പറയാമല്ലോ. ഫെയിൽഡ് എന്റർപ്രണേഴ്സ് ധാരാളം, പക്ഷെ അവരാരും കാണില്ല. നമ്മളെപ്പോഴും കാണുന്ന മുഖങ്ങൾ സക്സസ്ഫുൾ എന്റർപ്രണേഴ്സിനെയാണ്. നിങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരിക്കലും ഒരു ഫെയിൽഡ് എന്റർപ്രണറെ വിളിക്കുക ഇല്ല. ഫെയിൽഡ് എന്റർപ്രണർക്ക് ഒരു മുഖം പോലും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഫേട്ടുന്ന ആൾക്കാരും ഇതിനകത്തുണ്ട്. എല്ലാ എന്റർപ്രൈസും ഒന്നും സക്സസ് ആവില്ല. ഇറ്റ് ഈസ് എ ഫാക്ട്. അപ്പം അതിനാണ് ഞങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ സംഘടനയായാലും ഈ എന്റർപ്രണർഷിപ്പിലേക്ക് വരുന്ന ആൾക്കാർക്ക് നമ്മൾ കുറെ ട്രെയിനിങ് ക്ലാസ്സും അവർക്കൊരു ഹാൻഡ് ഹോൾഡിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം ഞങ്ങളുടെ അനുഭവങ്ങളിൽ കൂടിയാണ്. എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ 2000 തുടങ്ങിയിട്ട് 2007 വരെ, എൻ്റെ ഓർമ്മ ശരിയാണ്, 2007 വർഷം കമ്പനി നഷ്ടത്തിലായിരുന്നു, ഭയങ്കര നഷ്ടത്തിലായിരുന്നു. അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇത് കഴിഞ്ഞിട്ട് സാർ എങ്ങനെയാണ് 7 വർഷം ഈ കമ്പനി ഓടിച്ചത്? കാരണം ഒരു മാനുഫാക്ചറിങ് എന്റർപ്രൈസ് ഒക്കെ ആണെങ്കിൽ പൊതുവെ നമ്മൾ പറയും ഫസ്റ്റ് ഇയർ വിൽ ബി ഇൻ ലോസ് അല്ലെ. തീർച്ചയായിട്ടും ആദ്യത്തെ വർഷം നമ്മൾ നഷ്ടമായിരിക്കും. കാരണം നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് കുറച്ച് ഫണ്ടൊക്കെ സ്വരൂപിച്ചു, കുറച്ച് ഫാക്ടറി പണിതു, മെഷീൻ വെച്ചു, ജോലിക്കാരെ എടുത്തു, ട്രെയിനിങ് കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ളൊരു പീരീഡ് ആയിട്ട് ഫസ്റ്റ് ഇയർ അങ്ങ് പോകും. ഫസ്റ്റ് ഇയർ വിൽ ബി ഡെഫിനറ്റ്ലി യു വിൽ ബി ഇൻ എ ലോസ്. സെക്കൻഡ് ഇയർ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ബ്രേക്ക് ഈവൻ ആവണം എന്ന് പറയും. അതായത് നോ ലോസ് നോ പ്രോഫിറ്റ്. ആൻഡ് തേർഡ് ഇയർ ഓൺവേർഡ്സ് യു ഷുഡ് സ്റ്റാർട്ട് മേക്കിംഗ് അറ്റ്ലീസ്റ്റ് സം പ്രോഫിറ്റ്. ഒരു 5th ഇയറിലെങ്കിലും നിങ്ങൾ ഡിസൈഡ് പ്രോഫിറ്റ് ലെവലിലേക്ക് വരണം. കാരണം മിക്കവാറും നമുക്കറിയാം, ലോണൊക്കെ എടുക്കുമ്പോൾ, ലോണിനെ കുറിച്ച് പഠിച്ച ആൾക്കാരാണെങ്കിൽ അറിയാം, ടേം ലോണൊക്കെ ആണെങ്കിൽ ബാങ്ക് ഒരു 5 വർഷം വരെ തിരിച്ചടവ് വേണ്ടെന്ന് പറയും. ഇൻട്രസ്റ്റ് എടുക്കുമെങ്കിലും പ്രിൻസിപ്പൽ എമൗണ്ട് അടയ്ക്കേണ്ടെന്ന് പറയും. അതിന്റെ അർത്ഥം ഇതൊക്കെ ഇതാണ്. കാരണം ഫസ്റ്റ് ഒരു ഫ്യൂ ഇയേഴ്സ് they will not be making sufficient profits. അന്നാ കാണുന്നത് കേട്ടോ. ഫസ്റ്റ് 5 years they will be loss എന്നാരും കാണില്ല. ഫസ്റ്റ് 5 years they may not be making sufficient profits, so that let them start their repayments after a period of 5 years, in some cases even 7 years വരെയൊക്കെ തരും. പക്ഷെ നമ്മൾ തമ്പറുകളായിട്ട് പറഞ്ഞതാണ്, ഫസ്റ്റ് ഇയർ യു ഷുഡ് ബി ഇൻ ലോസ്, യു വിൽ ബി ഇൻ ലോസ്. ഓക്കെ, സെക്കൻഡ് ഇയർ നിങ്ങൾ ബ്രേക്ക് ഈവൻ വരിക. തേർഡ് ഇയർ ഓൺവേർഡ്സ് നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു സം പ്രോഫിറ്റ്, മിനിമം പ്രോഫിറ്റ് ആയാലും ജനറേറ്റ് ചെയ്യാൻ നോക്കുക. എത്രയും പെട്ടെന്ന് 5th ഇയറിലെങ്കിലും നിങ്ങൾ ഒരു ഡിസൈഡ് പ്രോഫിറ്റബിലിറ്റി ലെവലിലേക്ക് വരും. അതുവരെ ബ്രേക്ക് ഈവൻ ലെവൽ ഓടിക്കാൻ നോക്കുക. ഇപ്പൊ എന്റെ കേസിൽ 7 വർഷം ഭീകര നഷ്ടമായിരുന്നു. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ ബ്ലീഡിങ് ആണ്, നമ്മുടെ ക്യാപിറ്റല്, നമ്മുടെ ഫണ്ടല്ലേ എറോഡ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് സാധനങ്ങൾ തരുന്ന ആൾക്കാർക്ക് സമയത്ത് കാശ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വലിയൊരു കസർത്ത്, വലിയൊരു അഭ്യാസം കളിച്ചിട്ടാണ് എങ്ങനെയോ രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷെ എന്റെ അനുഭവം പറഞ്ഞാൽ 7ാമത്തെ ഒറ്റ വർഷം കൊണ്ട് 7 വർഷത്തെ ലോസ് വൈപ്പ് ഔട്ട് ചെയ്യും. ഓക്കെ, അതാണ് ഒരു ബിസിനസ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ നോർമലി കാണുന്ന കാര്യങ്ങളല്ല ബിസിനസ്സിൽ നടക്കുക. 7 വർഷം ബിസിനസ്സിൽ നഷ്ടമായിട്ട് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ, അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല എന്ന് എന്നോട് പലരും പറഞ്ഞിട്ട് ഞാൻ അംഗീകരിക്കുകയും ചെയ്യും. നമ്മൾ ചിലപ്പോൾ ഇട്ടിട്ട് ഓടാൻ തോന്നും. 7 വർഷം പിടിച്ചു തന്ന ഒരാൾക്ക് 8ാമത്തെ വർഷം അത്രയും വർഷം ഉണ്ടായ ലോസ് മുഴുവൻ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഒരു നല്ല സിറ്റുവേഷനിലേക്ക് കയറി വരാനും സാധിച്ചു. ബിസിനസ്സിൽ അങ്ങനെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് എൻലെസ് ആണ്. പക്ഷെ പലരും പറയാറുള്ള, അല്ലെ പല മാധ്യമങ്ങളും കാണാറുള്ള ഗിമ്മിക്സ് ഒന്നും ബിസിനസ് ചെയ്യോട്ടെ, ദയവായിട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഈ ചില സ്റ്റോറീസ് വരുമല്ലോ, സഡൻലി ഹി ബിക്കം എ മില്യണിയർ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അയാള് ചട്ടി കൊണ്ട് തുടങ്ങിയതാണ്, ഇതാ സ്വർണം എന്നൊക്കെ പറഞ്ഞു വരും. നൗ ഹി ഈസ് ഗോയിങ് ഇൻ എ BMW, ഹി ഹാഡ് എ സൈക്കിൾ ഓൺലി. ഓക്കെ, ഇറ്റ് ഈസ് ഓൾ പോസിബിൾ. ബട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓവർനൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു 1-2 വർഷം കൊണ്ടോ മില്യണറോ ബില്യണറോ ആകുന്ന ആണ് ബിസിനസ് എന്ന് ഞാൻ കരുതുന്നത്. അതൊക്കെ ലോട്ടറി അടിക്കുന്ന പോലെ വരുന്നത്. ചിലർക്ക് അങ്ങനെ ബൈ ഷിയർ ലക്ക് ഓർ
ബൈ ഷിയർ ഡെസ്റ്റിനി അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും കണ്ടിട്ട് എൻചാൻറ്റഡ് ആയിട്ടൊന്നും ബിസിനസ് ചെയ്യാൻ പോകരുത്. ബിസിനസ് ഒരു സ്ലോലി സ്റ്റെപ്പ് വൈസ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സാധനമാണ്. അതിൽ ഇനിഷ്യൽ പീരീഡിൽ ധാരാളം തിരിച്ചടികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അതെല്ലാം തരണം ചെയ്ത് 1, 2, 3, 4 ആയിട്ടാണ് നമ്മളൊരു ഒരു ഒരു കൈകൊണ്ടൊരു കെട്ടിടം പണിതെടുക്കുന്ന പോലെയോ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ ബിസിനസിനെ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത് സത്യം തുറന്നു പറഞ്ഞാൽ എല്ലാവർക്കും പറ്റിയ പണിയല്ല ഈ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഓണ്ടർപ്രണേഴ്സ് ആർ ബോൺ എന്നൊരു ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് ബോൺ എന്റർപ്രണേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് സർവൈവ് ചെയ്യാൻ സാധിക്കുന്നു. കാരണം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എപ്പോഴും കലാമിറ്റീസ് നമുക്ക് പ്രതീക്ഷിക്കാം, അൺസർട്ടനിറ്റി പ്രതീക്ഷിക്കാം. എന്റെ ബിസിനസ് ഒക്കെ ഞാൻ നിങ്ങളുടെ ആദ്യം തന്നെ പറഞ്ഞില്ലേ, 2-3 വർഷം മുമ്പ് ഞാൻ വളരെയധികം സ്റ്റെബിലൈസ്ഡ് ആയിട്ട് വളരെയധികം ക്ലിയർ ആയിട്ട് വന്നൊരു ബിസിനസ് ആയിരുന്നു. പക്ഷെ ഈ കോവിഡ് എന്ന് പറഞ്ഞ പ്രതിസന്ധി കൊണ്ടുവന്ന അൺസർട്ടനിറ്റീസ് അതിനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം അല്ലേ? അതും ആസ് എൻ ഓണ്ടർപ്രണർ ഇത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആക്ഷൻസ് എടുക്കുക, അതിനുള്ളൊരു സമാധാനം കാണിക്കുക, അതിനുള്ള ഒരു പേഷ്യൻസ് കാണിക്കുക. നഷ്ടങ്ങൾ പിന്നെ നഷ്ടങ്ങളിലേക്കൊക്കെ വരും. നഷ്ടങ്ങൾ വരുമ്പോൾ അതിനെ ഓർത്ത് വേവലാതിപ്പെടാതെ നമുക്ക് ഇതുവരെ കിട്ടിയ അനുഭവം വെച്ചിട്ട് ഇതിനെ മുന്നേറി തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് കാണിക്കുക എന്നുള്ള ആസ് എൻ എന്റർപ്രണർ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഞാൻ ആരുടെ ഭാഗത്ത് നിന്ന് ഒരു സഹായം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ വേണ്ട സമയങ്ങളിൽ എനിക്ക് സഹായം കിട്ടുകയും ചെയ്യും. പക്ഷെ അവിടെയൊക്കെ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് നിൽക്കേണ്ടത് ഈ എന്റർപ്രണറായ ഞാൻ തന്നെയാണ്. അപ്പൊ അത് പറയുമ്പോൾ എനിക്കൊരു പോയിന്റ് നിങ്ങളോട് സൂചിപ്പിക്കാണ്ട്. എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ അയാൾ ബേസിക്കലി he will be searching for opportunities always in all adversities. അതിനോട് ചേർത്ത് പറയാം, he will be searching for opportunities always, especially in adversities. ഒരു യഥാർത്ഥ എന്റർപ്രണർ അതാണ്. അഡ്വേഴ്സിറ്റികളുടെ ഓപ്പർച്യൂണിറ്റി പരന്നു നടക്കുന്നതാണ് അല്ലേ? അത് വളരെ സത്യമായ കാര്യമാണ്. അഡ്വേഴ്സിറ്റീസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചർണിങ് സിറ്റുവേഷൻ വേണം. അവിടെ നോർമലായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ എത്രയോ അധികം ഓപ്പർച്യൂണിറ്റീസ് ഈ വലിയ വലിയ പ്രശ്നങ്ങൾ ദുരന്തങ്ങൾ വരുമ്പോൾ ഉണ്ടാകും. അപ്പം അതും ഒരു എന്റർപ്രണറുടെ ഇൻബോൺ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊന്നും നമുക്ക് എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല, ഒരു കാരണവശാലും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. ശരിക്കും ഒരു എന്റർപ്രണർ ഈ അഡ്വേഴ്സിറ്റി കണ്ട് പകരാതെ അതിനകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് കാണുന്നതാണ്. പുള്ളിക്ക് അതിനെ ഓവർകം ചെയ്യാൻ ഒരു ഷോർട്ട് ടൈം പ്ലാൻ ഉണ്ടാവും, ഒരു ലോങ് ടൈം പ്ലാനും ഉണ്ടാവും. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ ആമുഖമായിട്ട് സൂചിപ്പിച്ച് വെക്കാനുള്ളത്. ഞാൻ എനിക്ക് എന്റർപ്രണർഷിപ്പിന്റെ എന്തിനാ നമ്മൾ സമൂഹത്തിന് എന്റർപ്രണർഷിപ്പ് വേണ്ടത് എന്നൊരു കാര്യം ഞാൻ സൂചിച്ചു. ഒരു എന്റർപ്രണർ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് സൂചിച്ചു. കാരണം വി ആർ ദ വെൽത്ത് ക്രിയേറ്റേഴ്സ് അല്ലേ? വെൽത്ത് ക്രിയേഷനാണ് പലപ്പോഴും ഈ സമൂഹങ്ങളും ഈവൻ പ്രസ്ഥാനങ്ങൾ വരെ വിട്ടുപോകുന്നൊരു കാര്യമാണ്. ഇപ്പൊ ഒരു ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയാണെങ്കിൽ എന്താണ് പറയുക? ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഓറിയന്റഡ് ആണ് കാര്യങ്ങൾ. ക്യാപിറ്റൽ കൊണ്ട് കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. യു ബ്രിങ് ഇൻ മണി, യു മേക്ക് ദ പ്രോഫിറ്റ്. ഓക്കെ, ക്യാപിറ്റൽ ഉള്ളവർക്കേ അവിടെ ഒരു റോൾ ഉള്ളു ശരിക്കും പറഞ്ഞാൽ കളിക്കാനായിട്ട്. അവിടെ ഇമ്പോർട്ടൻസ് ട്രൂ ക്യാപിറ്റലിസത്തിന് ക്യാപിറ്റലിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ക്യാപിറ്റലാണ്. ഏറ്റവും കൂടുതൽ ക്യാപിറ്റല് ഓരോരോ അവസരങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ പ്രോഫിറ്റ് എടുക്കുക. അതിനകത്ത് ശരിയോ തെറ്റോ ഒന്നും പോലും ക്യാപിറ്റലിസം നോക്കുന്നില്ല. മറിച്ച് ഒരു സോഷ്യലിസമോ കമ്മ്യൂണിസമോ ആണെങ്കിൽ എന്താ പറയുന്നത്? വെൽത്ത് ഡിവിഷനാണ് അവിടെ. ഉള്ള വെൽത്ത് നമ്മൾ വീതം വെച്ചെടുക്കുക അല്ലെ? എല്ലാവർക്കും ഒരുപോലെ വെൽത്ത് പ്രൊവൈഡ് ചെയ്യും. ഈ രണ്ടിനും കുറച്ച് സത്യങ്ങളുണ്ട്. പക്ഷേ അതിന്റെ ഇടയ്ക്ക് വിട്ടുപോയില്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ കണ്ടത് വെൽത്ത് ജനറേഷൻ എന്ന് പറയും. ഹൂ ക്യാൻ ജനറേറ്റ് വെൽത്ത്, ഹൂ ക്യാൻ ക്രിയേറ്റ് വെൽത്ത്, അത് എന്റർപ്രണേഴ്സ് ആണ്. അതിനകത്ത് പലരും ചെയ്തിടാം. പക്ഷെ എന്റർപ്രണറിന്റെ വരുമ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ റിസ്ക്കും അയാൾ തന്നെയാണ് എടുക്കുന്നത്. അയാൾ സമൂഹത്തിലെ ഒരു വെൽത്ത് ക്രിയേറ്റർ ആണ്, വെൽത്ത് പ്രൊവൈഡർ ആണ്, വെൽത്ത് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അപ്പൊ അങ്ങനെ സമൂഹത്തിന് വേണ്ടി തന്നെ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെയുള്ള ഒരു കരിയർ. പിന്നെ ആസ് ആൻ ഇൻഡിവിജ്വൽ, ആസ് ആൻ എന്റർപ്രണർ, ആസ് എ സക്സസ്ഫുൾ എന്റർപ്രണർ നമുക്ക് ജീവിതം വളരെ ചാരിതാർത്ഥ്യം തരുന്നൊരു കാര്യം തന്നെയാണ്. ഒരു കാര്യത്തിൽ ആ സംശയമില്ല. നമ്മൾ ഫെയിലിയർ ആകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാമെന്ന് മാത്രമേ ഈ കാര്യത്തിലുള്ളൂ. തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട്. റിസ്ക് ഇല്ലെങ്കിൽ റിവാർഡില്ല. എല്ലാവരും പഠിച്ചേക്കുന്നല്ലേ?
risk rewards. Okay, so we should take calculated risk. We should not take blind risk. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കുറച്ചെന്തെങ്കിലും കാര്യം ചെയ്തിട്ട് വളരെ പെട്ടെന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി, വളരെ പെട്ടെന്ന് റീച്ചായി, വളരെ പെട്ടെന്ന് പ്രശസ്തനായി, അതാണ് എന്റർപ്രണർഷിപ്പ് എന്ന ബിസിനസ് പറഞ്ഞ അത് വെറും തെറ്റിദ്ധാരണമാണ്. അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ഇത് ഒരു സ്റ്റഡി പ്രോഗ്രസ് ആണ്. നമ്മൾ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ച് ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തി വലുതാക്കി കൊണ്ടുവന്നാണ് ഈ സാധനം മുന്നോട്ട് നടത്തേണ്ടത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു പ്രൈമറി ആയിട്ടുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ തീർച്ചയായിട്ടും എന്റർപ്രണർ ആകാൻ താല്പര്യമുള്ള ആൾക്കാർ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അവർ പലരും ഡ്രീമേഴ്സ് ആയിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ഡ്രീമിങ്, അവർക്കൊരു ഡ്രീം ഉണ്ടാകും. എനിക്കൊരു ഭയങ്കരമായ, തുറന്നു പറയാം, എനിക്കൊരു പറയാനൊരു നാണമില്ല, എനിക്ക് ഭയങ്കരമായ ഡ്രീംസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ജോലി ചെയ്യുമ്പോഴും എനിക്ക് എങ്ങനെയെങ്കിലും, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്റർപ്രണർ ആണെന്ന്. ഒരു സാഹചര്യം സാധിച്ചില്ല. അതുകൊണ്ട് ജോലിക്ക് പോയി. ജോലിയിൽ ഹാപ്പി ആയിരുന്നു, ഞാൻ നല്ല പെർഫോമർ ആയിരുന്നു, എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഈ ഉള്ളിൽ എനിക്ക് ഈ ഒരു സാധനം പോയിട്ടില്ല. ഒരു എന്റർപ്രണർഷിപ്പ് ബൈറ്റ് തായിട്ട് പോയി, ഇങ്ങനെ കടിച്ച പോലാണ്, അത് പോകുന്നില്ല. അപ്പം അതിലൊരു ഓപ്പർച്യൂണിറ്റി. പിന്നെ ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ അന്തിച്ചർച്ചകളിലൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തെങ്കിലും തുടങ്ങിയാലോ, തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്നാൽ അപ്പൊ എനിക്കുണ്ടായ കൺസ്ട്രെയിൻസ് അപ്പൊ തന്നെ, അതിന്റെ കാശില്ല. ജോലി ചെയ്തതിന് മിച്ചം പിടിച്ച ചെറിയൊരു കാശേ കയ്യിലുള്ളൂ. ഒരു ഫാക്ടറി ആണെങ്കിൽ അതിനുള്ള സ്ഥലമില്ല, ഒന്നുമില്ല. ഈ ഐഡിയ മാത്രമേ ഉള്ളൂ. പക്ഷെ ഐഡിയ ഡ്രീംസ് ആണ് മിക്കവാറും സോളിഡിഫൈ ചെയ്ത് കാര്യങ്ങളിലേക്ക് വരുന്നെന്നുള്ളൊരു ഫിലോസഫിക്കൽ തിങ്കിങ് ഉണ്ട്. ബേസ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ചിന്താഗതി തന്നെയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആശയങ്ങൾ, അത് നമ്മൾ ഡ്രീമായിട്ട് മാറുകയും നമ്മളത് വിട്ടുപിരിയാതെ നമ്മളത് പിന്തുടരുകയും, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട് ഇത് പറയാൻ ശ്രമിക്കുകയും, അയാളുടെ ഭാഗത്ത് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആകുമ്പോൾ എടാ പിന്നെ എന്നാ നീയും കൂടെ എന്നോട് കൂടുന്നു, നമുക്ക് തുടങ്ങാം. അപ്പൊ രണ്ടുപേരും നോക്കിയിട്ട് ഒന്നും ആകുന്നില്ല, എന്നാ പിന്നെ നമുക്ക് വേറെ രണ്ടുപേരെ കൂട്ടിയാലോ. അങ്ങനെ ഞങ്ങളൊരു 6 പേര് ചേർന്നിട്ടാണ് 6 പേരുള്ള 2.5 ലക്ഷം രൂപ വെച്ച് എല്ലാം ഒരു ചെറിയ ഫണ്ട് സ്വരൂപിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചാണ്, ഈ അങ്ങനെയുള്ളൊരു മിക്ക ആൾക്കാർക്കും ഒരു ഡ്രീം ഉണ്ടാകും. ആ ഡ്രീമിനെ നിങ്ങൾ പിടിച്ചോളുക. അതിന് താമസം അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഒരു രീതിയിൽ മറ്റു രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പൊ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഓപ്പർച്യൂണിറ്റീസ് വരും, പിന്നെ അത് പോയി കഴിഞ്ഞാൽ കിട്ടില്ല എന്നൊരു പറച്ചിലുണ്ട്. ഓക്കെ, അത് സാരമില്ല. ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും. ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ പ്ലേസ്ഡ് ആകും. ആ പ്ലേസ്ഡ് ആകുമ്പം അതിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കുക, അതിനെ സോളിഡിഫൈ ചെയ്യാൻ നോക്കുക, ഒരു പ്രസ്ഥാനമായി മാറ്റാൻ ശ്രമിക്കുക. എന്റർപ്രൈസസ് ചെറുതായാലും വലുതായാലും ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഈ പഴയ ഒരു കൺസെപ്റ്റാണ് വലിയ ഫാക്ടറി, വലിയ ബിസിനസ്, അത് മാത്രമേ കാര്യമുള്ളൂ. ഇപ്പോഴത്തെ ചിന്താഗതിയൊക്കെ മാറിയിട്ട് ഇപ്പം സസ്റ്റൈനബിൾ ബിസിനസ് എന്നാണ്. ചെറുതായാലും കുഴപ്പമില്ല, സസ്റ്റൈനബിൾ ആയിരിക്കണം, നിലനിൽക്കണം. അതിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ ഒരു വലിയ പ്രസ്ഥാനം ചിലപ്പോൾ ചില മാറുന്ന എൻവയോൺമെന്റിൽ വളരെ പെട്ടെന്ന് തകർന്നടിഞ്ഞു പോയി. നമ്മൾക്ക് ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. അതിലും നല്ലത് ഒരു സസ്റ്റൈനബിൾ ആയ ചെറിയ പ്രസ്ഥാനമാണ്. എല്ലാ വർഷവും ഒരു ഓർഗാനിക് ഗ്രോത്ത്, ഒരു 10% അല്ലെങ്കിൽ ഒരു 15%, അല്ലെങ്കിൽ മാക്സിമം 20% ഗ്രോത്ത് കിട്ടുന്ന, എല്ലാരെയും കൂടെ കൊണ്ടു നടന്ന് ഭാവിയിലേക്ക് കുഴപ്പങ്ങളില്ലാതെ കൊണ്ടുനടക്കുന്ന ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടതെന്ന് എനിക്ക് അഡ്വൈസ് ഉണ്ട്. കാരണം ഇപ്പോഴത്തെ ഈ എക്കണോമിക് സിറ്റുവേഷൻസ് ഒക്കെ വളരെ വളരെ പെട്ടെന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം വന്നാൽ ഇതിന്റെ ഷോക്കൊക്കെ അബ്സോർബ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് കിട്ടുന്ന സഹായങ്ങൾ പരിമിതമായിരിക്കും. അപ്പൊ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ, അത് കഴിഞ്ഞിട്ട് എന്റർപ്രൈസ് ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞാൽ അത് അർത്ഥമില്ല. എന്റർപ്രൈസ് എല്ലാ സമയത്തും ഉള്ളതാണ്, എപ്പോഴും അത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് എന്റർപ്രൈസസ് ഈ സമയത്തും ഈ ബുദ്ധിമുട്ടുന്ന സമയത്തും നമ്മുടെ നാട്ടിൽ എടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരാൾക്ക് ഒരാളാകാനുള്ള ഒരു റോൾ ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് വരിക, കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക, ഞങ്ങളെയൊക്കെ ബന്ധപ്പെടുക. ഞങ്ങളെപ്പോലെ ഈ ഫീൽഡിൽ കുറച്ച് വയറ്റി തെളിഞ്ഞ ആൾക്കാർ, ഞങ്ങൾ പറ്റുന്ന അഡ്വൈസുകളൊക്കെ നമുക്ക് തരാം. അഡ്വൈസ് എന്ന വാക്ക് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം എന്നെ മനസ്സിൽ പറയാൻ തോന്നുന്നു. നിങ്ങൾ അഡ്വൈസ് കേൾക്കുക ചെയ്യുക. ഒരിക്കലും അഡ്വൈസ് നിങ്ങൾ അതേപടി നിങ്ങൾ എന്താ പറയുക, അനുസരിക്കരുത്. ഓക്കെ, അഡ്വൈസുകൾ കേൾക്കുക, അഡ്വൈസ് അനുസരിക്കാൻ പാടില്ല.
അഡ്വൈസുകൾ എടുത്തിട്ട് അതിനെ നിങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു, വേറൊരു സക്സസ്ഫുൾ എന്റർപ്രണർ പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരു കാരണവർ പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പോകരുത്. യു ഹാവ് ടു ബി എ ഗുഡ് ലിസണർ. എല്ലാവരുടെയും അഡ്വൈസുകൾ ലിസൺ ചെയ്യുക, നിങ്ങൾ പ്രോസസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സ്വന്തം ആക്ഷൻ എടുക്കുക. കാരണം നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കും. ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കില്ല. പക്ഷേ that doesn't prevent you from listening to everybody. എല്ലാവരെയും കേൾക്കാനുള്ള നല്ലൊരു കാഴ്ചക്കാരനായി ശ്രമിക്കുക. തീരുമാനങ്ങളെ ഇരുമ്പോലൊക്കെ വരെ കയറി പിടിക്കാതിരിക്കുക. തീരുമാനങ്ങളെ മാറ്റാനുള്ള ഫ്ലെക്സിബിലിറ്റി കാണിക്കുക. പല ആൾക്കാർക്കും പെട്ടെന്നൊരു ഒരു ഒരു ബുദ്ധിമുട്ടാണ്. ഒരു സെക്കൻഡ് ഓർഡർ തിരിച്ചു വിളിക്കട്ടെ, ഒരു മീറ്റിംഗിലാണ്. തിരിച്ചു വിളിക്കാം. നമ്മൾ ഡിസിഷനെ എടുത്തിട്ട് നമ്മൾ നല്ല ഡിസിഷൻ അതിൽ കയറി അങ്ങ് പിടിക്കും. പിന്നെ ഡിസിഷൻ മാറാൻ പോകുന്നില്ല. എന്തിനും മണ്ടത്തിലാണത്. കാരണം നമ്മളൊരു തീരുമാനം എടുത്തത് ആ നിലവിലുള്ള സർക്കംസ്റ്റൻസസിനെ അടിസ്ഥാനപ്പെടുത്തില്ല, അല്ലെ? അല്ല, നമ്മളുടെ പാസ്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനെ കുറെ നമ്മൾ ബേസ് ചെയ്തിട്ട് നിലവിലുള്ള സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ തീരുമാനം എടുത്തത്. എന്നിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കുക, ഈ തീരുമാനം ഞാൻ മാറ്റില്ല, എന്റെ തീരുമാനമാണ്. ഓക്കെ, വലിയ മണ്ടത്തിലാണ്. കാരണം സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്, സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ എൻവയൺമെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീരുമാനങ്ങൾ നമ്മൾ കണ്ടിന്യൂസ്ലി മാറ്റാൻ നമ്മുടെ അതാണ് ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു എന്റർപ്രണർക്ക് നല്ല ലെവലിലുള്ള ഫ്ലെക്സിബിലിറ്റി വേണം. എപ്പോഴും നമ്മളുടെ കാര്യങ്ങളെ കറക്റ്റ് ചെയ്യും. ട്രയൽ ആൻഡ് എറർ എന്ന് പറയും. എറർ വന്ന പിന്നെ ട്രയൽ നടത്തുക. അങ്ങനെ തീരുമാനങ്ങളെ ഏത് നിമിഷവും മാറ്റിക്കൊണ്ടും എന്തായാലും അടിസ്ഥാനപരമായ നമ്മുടെ കാര്യങ്ങളെ മാറ്റാതെ എന്തുകൊണ്ടാണ് ഒരു എന്റർപ്രൈസ് നമ്മൾ തുടങ്ങിയതിനെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അതിൽ നമ്മൾ വെള്ളം ചേർക്കാതെയും എങ്കിൽ തന്നെ, പക്ഷേ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മളുടെ പ്രാക്ടിക്കൽ ലെവലിലുള്ള ഇംപ്ലിമെന്റേഷൻ രീതികൾ നമ്മൾ മാറ്റിക്കൊണ്ടും മാർക്കറ്റിനനുസരിച്ച് മാറിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ സൂചിപ്പിക്കാം. ഇതിനിപ്പോൾ കൂടുതൽ പറയുന്നതോറും നമ്മൾ ബിസിനസ്സിലേക്ക് കടന്നു വരും. ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ പ്രോഫിറ്റ് എന്നൊരു പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. ആരോ പറഞ്ഞെന്നൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ എല്ലാവരും ഉദ്ധരിക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ പലരും ബിസിനസ്സിൽ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം നമ്മുടെ മെയിൻ മോട്ടീവ്. കാരണം ഈ കസ്റ്റമറാണ് നമ്മളിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് നമുക്ക് ആ ഫണ്ട് തന്നിട്ട് അതിന്റെ ലാഭമാണ് നമുക്ക് ഈ ബിസിനസിന്റെ ഇൻ ടോട്ടാലിറ്റി നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തരുന്ന പണത്തിൽ നിന്നുള്ള ഒരു ചെറിയ ശതമാനം ലാഭമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഓക്സിജൻ, അല്ലെ ഇതാണ് നമ്മുടെ ബ്ലഡ്. ഈ സർക്കുലേഷൻ എന്ന് നിൽക്കുന്നോ അന്ന് നമ്മുടെ ബിസിനസ് ഫെയിൽ ആയി പോകും. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ 100% കസ്റ്റമർ ഫോക്കസ്ഡ് ആയിരിക്കണം. കസ്റ്റമറുടെ ആഗ്രഹങ്ങളെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും, എങ്ങനെ അവരുടെ കൂടുതൽ അവരുടെ താല്പര്യങ്ങൾ നമുക്ക് കൂടുതൽ അവരുടെ വിഷസിന് അപ്പുറമായിട്ട് നമുക്കൊരു പ്രോഡക്റ്റോ സർവീസോ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും, അത് നമ്മൾ കണ്ടിന്യൂസ്ലി റിവ്യൂ ചെയ്തിട്ട് ഈ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ മെയിൻ എയിം ആയിട്ട് ഒരു ബിസിനസ് കാണാൻ പറ്റുള്ളൂ. പല ടെക്നിക്കൽ ആൾക്കാർക്കും പെട്ടെന്ന് പ്രോഡക്റ്റ് ഒരു കുഴപ്പമാണ്. ഞാനൊരു ഹൈടെക് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് ഇത് വലിയ ടെക്നിക്കൽ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ടെക്നിക്കൽ പ്രോഡക്റ്റ് ആയിരിക്കാം. അതുകൊണ്ട് കസ്റ്റമർക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു ഒരു ഗ്യാപ്പ് പലയിടത്തും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ടൊന്നും കാര്യങ്ങളും ഇല്ല. നമ്മൾ എത്ര ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും അത് വാങ്ങി അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നിലനിൽക്കില്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു ബിസിനസ്സിലോ സർവീസിലോ വരുമ്പോൾ ആദ്യം തന്നെ കസ്റ്റമറുടെ റിക്വയർമെന്റ്സ് മനസ്സിലാക്കാനുള്ള ഒരു വലിയൊരു മനസ്സ് നമുക്ക് വേണം. അത് ഇതിന് ബുദ്ധിമുട്ടാണ്. കാരണം കസ്റ്റമർ ഒന്നും ഓപ്പൺ ആയിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, എന്താണ് കസ്റ്റമർക്ക് ഇന്ന് വേണ്ടത്, അല്ലെങ്കിൽ മാർക്കറ്റിന് ഇന്ന് വേണ്ടത്, എന്താണ് നാളെ അവർക്ക് വേണ്ടത്, എങ്ങനെ ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റും സർവീസും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, അത് ഞാൻ എങ്ങനെ സ്ഥിരമായിട്ട് ഡെലിവറി ചെയ്യും. അതിനകത്തൊരു കൺസിസ്റ്റന്റ് അപ്രോച്ചും വേണം. ഇന്ന് നല്ല രീതിയിൽ ചെയ്തു, നാളെ ഒന്നുമില്ല, വല്ല മറ്റന്നാൾ ചെയ്തു, ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ ആളില്ല, അങ്ങനെയുള്ള കുഴപ്പങ്ങളിലൊക്കെ പോയി ചാടാതെ കസ്റ്റമറുടെ ഉള്ള അവരുടെ റിക്വയർമെന്റ്സ് ഏറ്റവും നല്ല രീതിയിൽ സ്ഥിരമായിട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു അപ്രോച്ച് നമ്മൾ ആദ്യം മുതലേ കാണിക്കുക. അത് നിങ്ങളുടെ ബിസിനസ് സംരംഭത്തിന് വലിയൊരു ഗുണമായിരിക്കും. അതിപ്പോ പ്രോഡക്റ്റും ആകാം, സർവീസസും ആകാം. ഓക്കെ, എനിക്ക് ഒന്ന് എനഫോർട്ടുടെ അങ്ങനെ ഉണ്ടോ? അല്ല വേറെ ആരെങ്കിലും ഒന്ന് സംസാരിക്കുന്നുണ്ടോ? എന്തെങ്കിലും 2 പോയിന്റ്?
സാറിന്റെ കഴിഞ്ഞിട്ട് അവർ ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഡൗട്ട്സും ക്വയറീസും അവർ ക്ലാരിഫൈ ചെയ്യാമെന്ന് പറയും. ബിസിനസിനെ കുറിച്ച് ബിസിനസിന്റെ എന്താണ് ബിസിനസ് പ്ലാനിനെ കുറിച്ചൊക്കെ സംസാരിക്കണോ? ആ സർ പറഞ്ഞോളൂ. പറയാം. ഞാൻ പറഞ്ഞു, ഇത് തീരാത്തൊരു സബ്ജക്റ്റ് ആണ്, എങ്കിലും ഞാൻ പറയാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്റർപ്രണർഷിപ്പ് ഒറ്റൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ചില ലിമിറ്റഡ് മാർഗങ്ങളെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള മാർഗങ്ങളൊന്നും കളയാതെ നിങ്ങൾ എടുക്കാനും ശ്രമിക്കണം. പിന്നെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഞാൻ എപ്പോഴും അടിവരായിട്ട് പറയുകയാണ്, നിങ്ങൾ ആരുടെ അഡ്വൈസ് സ്വീകരിക്കാനേ പാടുള്ളൂ, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടും. അങ്ങനെ പോയിട്ട് അഡ്വൈസ് ശ്രദ്ധിക്കുക, പ്രോസസ് ചെയ്യുക, നിങ്ങൾ ഡിസിഷൻ എടുക്കുക. പറഞ്ഞാൽ കേൾക്കാൻ പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാൻ മാത്രമേ പാടുള്ളൂ. അങ്ങനെ ഇവിടെ രണ്ടു രീതിയിൽ പറയല്ലോ. പറഞ്ഞാൽ കേൾക്കാത്തവർ നിങ്ങളൊക്കെ വിളിക്കുമായിരുന്നു. പറഞ്ഞാൽ കേൾക്കാത്തവളെന്ന് പറയില്ലേ? എന്റെയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു പറഞ്ഞാൽ കേൾക്കാത്തവരാണ്. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തവരാവണമെന്ന് ഞാൻ പറഞ്ഞു. ഇൻ എ സെൻസ് പറഞ്ഞ് കേൾക്കുക, അത് മാത്രം മതി. കേൾക്കുക, പ്രോസസ് ചെയ്യുക, തീരുമാനങ്ങൾ നിങ്ങൾ സ്വന്തം ലെവലിൽ എടുക്കുക. ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സർവീസ് തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, നമ്മളൊരു കസ്റ്റമർ ഫോക്കസ്ഡ് അല്ലാത്ത ബിസിനസ് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും താഴെ പോകും. അതുപോലെ എഴുതി ഒപ്പിട്ട് വെച്ചു. നമ്മൾ കസ്റ്റമർ ഫോക്കസ്ഡ് ആയിരിക്കണം. കസ്റ്റമർ ഫോക്കസ്ഡ് ആകാൻ പറയാൻ എളുപ്പമാണ്, ബുദ്ധിമുട്ടാണ്. കസ്റ്റമറുടെ റിയൽ റിക്വയർമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം കസ്റ്റമർ തുറന്ന് പറയില്ല, എനിക്ക് ഇന്നതാണ് വേണ്ടത് അല്ലെങ്കിൽ ഇന്നതാണ് വേണ്ടതെന്ന് എപ്പോഴും തുറന്ന് പറയണമെന്നില്ല. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പക്ഷെ നമുക്കൊരു ഓപ്പൺ മൈൻഡ്, ഐ വാണ്ട് ടു ബി ദ ബെസ്റ്റ് സപ്ലയർ ടു മൈ കസ്റ്റമർ എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനെ, നമ്മളെ തന്നെ നമുക്ക് ഒരു ട്രാക്കിലേക്ക് വരുത്താൻ സാധിക്കും. അത് നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും. അതൊരു മസ്റ്റാണ്, അത് നിങ്ങൾ കരുതിക്കോളൂ. പിന്നെ വേണ്ടത് നമുക്കൊരു ബിസിനസ് പ്ലാൻ വേണം. ഒരു പഴയ ചൊല്ലുണ്ടല്ലോ, ഇഫ് യു ആർ ഫെയിലിംഗ് ടു പ്ലാൻ, യു ആർ പ്ലാനിങ് ടു ഫെയിൽ എന്നൊരു ചൊല്ലുണ്ട്. പല ഓഫീസിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. പ്ലാനിങ് വേണം. പ്ലാനിങ് ഇല്ല ഒന്നും ചെയ്യാൻ പാടില്ല. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 3-4 വർഷത്തേക്കിനുള്ള നമ്മളൊരു ബിസിനസ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. ഒരു വർഷം എത്ര ടേൺ ഓവർ ചെയ്യും, എത്ര യൂണിറ്റ് ഞാൻ വിൽക്കും, അല്ലെങ്കിൽ എത്ര സർവീസ് ആണ്, എത്ര കസ്റ്റമറെ സർവീസ് ചെയ്യാൻ ചെയ്യും, അതുകൊണ്ട് എത്രമാത്രം ടേൺ ഓവർ ഉണ്ടാവും. അതായത് ബിസിനസ് ടേൺ ഓവർ 10 കോടി. എന്റെ ടേൺ ഓവർ 10 കോടിയാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ നിങ്ങളുടെ ചെറിയ സ്റ്റാർട്ടപ്പിന് ഒരു വർഷം 1 ലക്ഷമായിരിക്കും ടേൺ ഓവർ. 1 ലക്ഷം ടേൺ ഓവർ ഈ വർഷം ഞാൻ ചെയ്യും. അടുത്ത വർഷം ഞാൻ 1.5 ലക്ഷമാക്കും. അതിന്റെ അടുത്ത വർഷം ഞാൻ 3 ലക്ഷമാക്കും. കാരണം ആദ്യത്തെ കുറച്ച് ടൈമിൽ നമുക്ക് വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ആകാം, തെറ്റൊന്നുമില്ല. ഒരു സ്റ്റെബിലൈസ്ഡ് ആയ കമ്പനി ആണ് പിന്നെ ഞാൻ പറഞ്ഞൊരു ഓർഗാനിക് ഗ്രോത്ത് നല്ലതാണെന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊന്ന് ആയി വരുമ്പോൾ, നമ്മൾ തുടങ്ങുന്നത് തീരെ ചെറുതായിട്ടാണെങ്കിൽ, ഈ വർഷം 1 ലക്ഷം ആണെങ്കിൽ അടുത്ത വർഷം 5 ലക്ഷം ടേൺ അങ്ങനെ പ്ലാൻ ചെയ്യാം. അതിനകത്ത് അസ്വാഭാവികതയൊന്നുമില്ല. തീർച്ചയായിട്ടും ഒരു സർട്ടൻ ലെവൽ, ഒരു 10 കോടി എത്തിയ കമ്പനി നാളെ എനിക്ക് 20 കോടി ചെയ്യണം, അതിനുശേഷം 50 കോടി ചെയ്യണം എന്നൊക്കെ പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല, നല്ല കാര്യമാണ്, അങ്ങനെ ചെയ്തോളൂ. പക്ഷെ അതിന്റെ പിറകിൽ ധാരാളം വർക്ക് നടത്തിയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചിന്തിച്ചില്ലെങ്കിൽ ഒരു തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉള്ള 10 കോടി ബിസിനസ് താഴെ പോകുന്ന പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. തെറ്റായ ഫിനാൻഷ്യൽ ഡിസ്റ്റൻസ് കൊണ്ട് മാത്രം ഊട്ടിപ്പോയ ഒരു കമ്പനിയുടെ ലിഫ്റ്റ് എനിക്ക് വേണമെങ്കിൽ തരാം. അവർ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ആ കമ്പനി നിലനിന്നേനെ. ഞാൻ പണ്ട് വർക്ക് ചെയ്ത കമ്പനി, മർക്കം എന്ന് പറഞ്ഞ കമ്പനി, ഒരു 100-200 കോടി ടേൺ ഓവർ ഒക്കെ വന്നിട്ട് അവര് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഒരു പ്രോഡക്റ്റ് എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ഒരു 10-300 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു പുതിയൊരു പ്ലാന്റിലേക്ക് വേണ്ടിയിട്ട്. അത് മുഴുവൻ, അതിന്റെ ഫണ്ടിങ് മുഴുവൻ തന്നെ ലോൺ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ പ്രോജക്റ്റ് വളരെ ടെക്നിക്കലി ഹൈലി കോംപ്ലിക്കേറ്റഡും ഫോറിൻ കൊളാബറേഷനൊക്കെ ഉള്ള പ്രോജക്റ്റ് ആയിരുന്നു. അതിന്റെ പ്ലാന്റിന് പണി കഴിയുമ്പോഴത്തേനും ആ പ്രോഡക്റ്റിന്റെ ഓവർ സപ്ലൈ വേൾഡ് മാർക്കറ്റിൽ. ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ ഒരു ഗുണമില്ല, അതിലും ഭേദം ഉണ്ടാക്കാതിരിക്കാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ആ കമ്പനി സിക്കായി, വൈൻഡപ്പ് ആയി. എന്താണ് കാരണം? ഒരു റോങ് ഡിസിഷൻ അല്ലേ? ഡിസിഷൻ തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഫീൽഡിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അത് ചെയ്തേക്കുന്നത്. പക്ഷേ ഒരു വേൾഡ് സ്കെയിലിൽ പ്ലാന്റ് ഇടാൻ പോയപ്പോൾ വേൾഡിൽ വരാൻ പോകുന്ന അടുത്ത ഒരു 5 വർഷത്തേക്ക് വരാൻ പോകുന്ന ഇതിന്റെ ഡിമാൻഡ് സപ്ലൈ ഇക്വേഷൻ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അത് അറിയാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്താലോ
അതിലേക്ക് ചെവി കൊടുക്കാനും സാധിച്ചില്ല. അല്ലെങ്കിൽ ആരോ പുള്ളി ഉപദേശിച്ചു, കുഴപ്പമില്ല, ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ഡിസിഷൻ വന്ന ഒരു റോങ്ങിൽ വരുന്നത് പറ്റി എല്ലാം പോയി. പുതിയ പ്ലാന്റും പോയി, പഴയ പ്ലാന്റും പോയി, കമ്പനി സിക്കായി, BFR പോയി, ഇപ്പം somebody has purchased it, വേറെ ആരോ വാങ്ങിക്കൊണ്ട് പോയത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ ഒരു ഓർഗാനിക് ഗ്രോത്ത് ആണ് ഡിസൈറബിൾ എന്ന് പറയുന്നത്. ഓർഗാനിക് ഗ്രോത്ത് ആകുമ്പോൾ നമുക്ക് വലിയ റിസ്ക് ഇല്ല, അല്ലേ? 20% വെച്ച് നമ്മുടെ കമ്പനി എല്ലാ വർഷവും ഗ്രോ ചെയ്താൽ നമുക്കൊരു 10-15% നമ്മളുടെ എക്സ്പെൻസസ് കൂടുന്നുണ്ട്. ശമ്പളം കൂട്ടണം, മറ്റു കാര്യങ്ങൾ കൂടും. ഒരു നെറ്റ് ഒരു 5% നമുക്ക് ഗെയിനും ഉണ്ടാകും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ തീർച്ചയായിട്ടും വലിയ എക്സ്പാൻഷനൊക്കെ പോകാം, ഒരിക്കലും പോകണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ അതിലേക്ക് പോകുമ്പം എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ജനറേഷൻ എന്റർപ്രണർ ഒക്കെയാണ് നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ആയി കഴിഞ്ഞു. ഐ ആം ഓൾറെഡി എ സക്സസ്ഫുൾ എന്റർപ്രണർ, അല്ലേ? അപ്പോൾ എന്റെ ട്രാക്ക് മൊത്തം സക്സസ് ആണ്. ഞാൻ ഫെയിലിയറിനെ ഞാൻ കാണുന്നില്ല. ആ ഒരു ഓവർ കോൺഫിഡൻസോ മറ്റോ വന്നു കഴിയുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്ത് വലിയ മോശം ഇംപ്ലിക്കേഷൻസും ഉണ്ടാകുമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. പക്ഷെ അത് നമുക്ക് ഈ റാപ്പിഡ് ഗ്രോത്ത് നമുക്ക് ഒരു ഇനിഷ്യൽ സ്റ്റേജിലൊന്നും കുഴപ്പമില്ല. കാരണം ചെറുതായിട്ട് തുടങ്ങുന്നതുകൊണ്ട് 1 ലക്ഷം കാണുവാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം 5 ആക്കാം, 10 ആക്കാം. നമ്മളൊരു ഡിസൈഡ് ലെവൽ ഓഫ് വരുന്നവരെ നമുക്കൊരു റാപ്പിഡ് ഗ്രോത്ത് ആണ്, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ റാപ്പിഡ് ഗ്രോത്ത് കാക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇപ്പൊ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കാൻ നോക്കുക, അല്ലേ? എന്തായിരിക്കും ടേൺ ഓവർ, എത്ര പ്രോഡക്റ്റ് വിൽക്കും, അതിന് എത്ര എക്സ്പെൻസസ് വരും, റോ മെറ്റീരിയൽ കോസ്റ്റ് എത്ര വരും, എത്ര പേരെ സാലറിക്ക് വെക്കും, സാലറി എക്സ്പെൻസ് എത്ര വരും, അതിന്റെ GST എത്ര വരും. പിന്നെ ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് വേണമല്ലോ, അല്ലേ? നമുക്കൊരു സ്ഥലം വാങ്ങണം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയണം, അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂം വാടകയ്ക്ക് എടുക്കണം, അവിടെ ഒരു കമ്പ്യൂട്ടർ മേടിക്കണം. അപ്പോൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര വരും, അതിന്റെ ഒരു ലോൺ ആയിട്ട് തന്നെയും കരുതുക. ആ ലോൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടച്ചു തീർക്കാൻ പോകും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടി നിങ്ങളൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകണം. ആ ബിസിനസ് പ്ലാനിനെ നിങ്ങൾ പിന്നെ കാലാകാലം മോഡിഫൈ ചെയ്തോളൂ. അത് കണ്ടിന്യൂസ്ലി നമ്മൾ കാരണം നമുക്ക് അപ്പം തന്നെ ഒരു പ്രോപ്പർ പ്ലാൻ ആയാൽ നമുക്ക് തന്നെ വർക്ക് ചെയ്യാനുള്ള നമ്മുടെ ഒരു ബൗണ്ടറീസും നമ്മുടെ ലിമിറ്റേഷൻസും എക്സ്പെക്ടേഷൻസും എല്ലാം നമ്മൾ തന്നെ വരച്ചിട്ട് കഴിഞ്ഞു, അല്ലേ? പ്ലാൻ ഇല്ലെങ്കിൽ പറ്റുന്ന വെച്ചാൽ നമ്മളുടെ ആക്ഷൻസ് പലപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കില്ല. ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതി ചിലപ്പോൾ തെറ്റിപ്പോകും. കാരണം ഇല്ലാത്ത പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊരു 6 മാസത്തിനുള്ളിൽ പ്രൊഡക്ഷൻ ലോഞ്ച് ചെയ്യണമെങ്കിൽ, ആ രീതിയിലുള്ള പല കാര്യങ്ങളും പ്ലാൻ ചെയ്യണമെങ്കിൽ, അതിലേക്ക് ബാങ്കിലേക്ക് പോകണമെങ്കിൽ, ബാങ്കിലെ കൺവിൻസ് ചെയ്യാനൊക്കെ സമയങ്ങൾ പിടിക്കും. അപ്പൊ നമുക്ക് എല്ലാം ഒരു സ്ട്രക്ചേർഡ് രീതിയിൽ ഈ തുടക്കത്തിൽ അപ്രോച്ച് ചെയ്യാനും പിന്നെ റിവ്യൂ ചെയ്യാനും ഉള്ള ഏറ്റവും വലിയൊരു ടൂളായിട്ട് ഒരു ബിസിനസ് പ്ലാനിനെ കാണണം. നിങ്ങളുടെ കരിക്കുലത്തിൽ ബിസിനസ് പ്ലാനിനെ കുറിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. വേറൊന്നുമില്ല, ഒരു എക്സൽ ഷീറ്റ് ആയിരിക്കണം അത്. ഒരു എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് തുടങ്ങുക, ഒരു ടാർഗറ്റഡ് സെയിൽസ് വെച്ച് വേണേൽ ആരംഭിക്കാം. ഇത്ര സെയിൽസ്, അതിനായിട്ടൊരു ലിങ്ക് ആയിട്ട് വേണമെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റിംഗ് കൊടുക്കാം. അതിലേക്ക് ഒരു ലിങ്ക് ആയിട്ട് എക്സ്പെൻസ് ആയിട്ട് സാലറി, നിങ്ങൾ ഒരു 4 പേരെ ജോലി ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ അവരുടെ സാലറി എത്ര വരും, അതൊരു ലിങ്ക്. എക്സൽ ആകുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ലിങ്ക്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഒരു സ്ഥലത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ മറ്റേ സ്ഥലത്തേക്ക് അതിന്റെ ഇമ്മീഡിയറ്റ് റിഫ്ലക്ട് ചെയ്യും. ബിസിനസ് പ്ലാൻ നമ്മളോട് പലതും ചെയ്യാൻ പറയും, ഒരു സമയം കഴിയും, അല്ലെ? നമുക്ക് എവിടെയാണ് നമ്മൾ പോകുന്നതെന്ന്, മോശമായി പോകുന്നതെന്ന് മനസ്സിലായി. നമുക്കൊരു പ്രോഫിറ്റബിലിറ്റി എന്തായാലും വേണമല്ലോ. ഒരു ഗ്രോസ് പ്രോഫിറ്റ് വേണം, നെറ്റ് പ്രോഫിറ്റ് വേണം. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രോഫിറ്റബിലിറ്റി വളരെ മോശമാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം, അല്ലെ? നഷ്ടത്തിൽ പ്രോഡക്റ്റ് വിട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നഷ്ടത്തിൽ ബിസിനസ് ചെയ്യേണ്ടത് യാതൊരു കാര്യമില്ല. തുടക്കത്തിൽ നഷ്ടം ഉണ്ടാവും എന്നുള്ള വേറെ കാര്യം അതിന് ആദ്യം സൂചിപ്പിച്ചു. ഒരു വർഷം ഫസ്റ്റ് ഇയർ ലോസ് ആയിരിക്കും, സെക്കൻഡ് ഇയർ ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആയിരിക്കും. പക്ഷെ അതൊക്കെ നമ്മളുടെ പ്രാരാബ്ധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഓപ്റ്റിമം പ്രൊഡക്ഷൻ എടുക്കാൻ വരുന്നതും നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് വരുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടുവരുന്ന ഈ എന്താണ് പറയുന്ന ഒരു വളരെ കൃത്യതയോടെ നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റാതെ വരുന്നത് കൊണ്ടുള്ള ഒരു ഔട്ട്പുട്ടാണ്, ഒരു റിസൾട്ടാണ് ലോസ് എന്ന് പറയുന്നത്. നല്ലപോലെ നമ്മൾ ട്രാക്കിലായി കഴിയുമ്പോൾ നമ്മള് ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്ത് കഴിയുമ്പോൾ അത് പ്രോഫിറ്റ് ജനറേഷനിലേക്ക് വരണം, അല്ലെ? പ്രോഫിറ്റിലേക്ക് വരാത്തൊരു ബിസിനസ് ചെയ്യുന്നത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല, ഭയങ്കര മണ്ടത്തരമായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മൾ ഈ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ ബിസിനസ് പ്രപ്പോസൽ പ്രോഫിറ്റബിൾ ആണോ, ആണെങ്കിൽ എത്രമാത്രം പ്രോഫിറ്റബിൾ ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സ്മോൾ സ്കെയിൽ സെക്ടറിൽ ഞാൻ കാണുന്നൊരു വലിയൊരു പ്രശ്നം, പലർക്കും പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ല,
അല്ലേ? മത്സരിക്കണം, റേറ്റ് കുറച്ച് കൊടുത്ത് ബിസിനസ് പിടിക്കണം എന്ന ചിന്താഗതിയുള്ളൂ. ക്വാളിറ്റി കോൺഷ്യസ് കൊണ്ടോ ഇല്ല എന്ന് പറയുന്നില്ല. പൊതുവെ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലൊക്കെ ആൾക്കാർക്ക് പരമാവധി ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷെ പലർക്കും അവിടെ ഒരു വീഴ്ച വരാറുണ്ട്. എന്താണ് ക്വാളിറ്റി എന്നുള്ള കസ്റ്റമറുടെ അഭിപ്രായം മനസ്സിലാക്കാൻ അവർ പലപ്പോഴും ശ്രമിക്കാറില്ല. നമുക്ക് ടെക്നോളജിയിൽ അവൈലബിൾ ആയ ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കാൻ ശ്രമിക്കും. പക്ഷെ കസ്റ്റമർക്ക് എന്ത് ക്വാളിറ്റിയാണ് വേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും വരും. അതും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും പൊതുവെ പറയുകയാണ്, നമ്മളുടെ പല ആൾക്കാരും ബിസിനസ് തുടങ്ങിയ ആൾക്കാർ ഫെയിൽ ആകുന്നതിന്റെ ഒരു കാരണമാണ് പ്രോഫിറ്റ് മോട്ടീവ് ഇല്ല. അതെനിക്കൊന്ന് പണ്ട് തന്നെ നമുക്കൊന്നും ഒരു ധാരണ ഉള്ളതാണ്. ബിസിനസ് ഒക്കെ ഇവിടെ കുറച്ച് സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ ഉള്ള സ്ഥലമായിട്ട് തോന്നുന്നു. ലാഭം ഉണ്ടാക്കുന്നത് തെറ്റാണെന്നോ, കണ്ടവനെ ലാഭം ഉണ്ടാക്കാൻ പാടില്ലെന്നോ എന്തോ ഒരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നോ, അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുന്ന ആള് മോശക്കാരൻ അല്ലെ, വലിയ ലാഭത്തിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ആളെന്തോ ഒരു കുറ്റം ചെയ്യുന്ന ആളെന്നൊരു ചിന്താഗതി നമുക്കുണ്ട്. അത് ഭയങ്കര 100% റോങ് ആണ്. നമ്മുടെ ബിസിനസിന്റെ ലക്ഷ്യം ലാഭം ഉണ്ടാക്കുകയാണ്. എന്തുകൊണ്ടാണ്? ലാഭം ഉണ്ടെങ്കിലേ ബിസിനസ് സസ്റ്റെയിൻ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇന്നില്ലെങ്കിൽ നാളെ നമ്മൾ ചത്തുപോകും, വഴി വീണ്ടും പോകും. അപ്പൊ നമ്മൾ ഓർഗനൈസേഷൻ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ന്യായമായ ലാഭം ഉണ്ടാക്കിയിരിക്കണം. അത് നമുക്ക് ഈ പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാട്ട് ഈസ് അവർ ടാർഗറ്റ് പ്രോഫിറ്റ് അല്ലെ, വാട്ട് ഈസ് അവർ ടാർഗറ്റ് സെയിൽസ്, വാട്ട് ഈസ് അവർ ടാർഗറ്റ് ടേൺ ഓവർ, വാട്ട് ഈസ് അവർ ടാർഗറ്റ് പ്രോഫിറ്റ്. പിന്നെ നമുക്ക് ആ ഇയർലി ഫിഗറിനെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് മന്ത്ലി ഫിഗേഴ്സ് ആണ്. നമ്മൾ മിക്ക ആൾക്കാരും നമ്മൾ കമ്പനി കാര്യങ്ങളെല്ലാം മന്ത്ലി ബേസിസിലാണ് റിവ്യൂ ചെയ്ത് പോകുന്നത്. കാരണം ടാക്സ് അടയ്ക്കേണ്ട മന്ത്ലി ബേസിസിലാണ് അല്ലെ. GST എല്ലാ മാസവും അടയ്ക്കണം, എല്ലാ മാസവും ശമ്പളം കൊടുക്കണം, എല്ലാ മാസവും കറണ്ട് ബില്ല് അടയ്ക്കണം. അങ്ങനെ എക്സ്പെൻസസ് എല്ലാം മന്ത്ലി ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മന്ത്ലിയിൽ റിവ്യൂ ചെയ്യണം. ഈ മാസം ലാഭമാണോ അല്ലെങ്കിൽ നഷ്ടമാണോ ഉണ്ടായത് അല്ലെ. നഷ്ടമാണെങ്കിൽ എത്ര നഷ്ടമായി, എന്തുകൊണ്ടാണ് നഷ്ടം വന്നിരിക്കുന്നത്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഐ വിൽ ടേക്ക് സ്യൂട്ടബിൾ സ്റ്റെപ്സ് സോ ദാറ്റ് ഈ എനിക്കറിയാലോ ഫസ്റ്റ് ഇയർ ലോസ് ആയിരിക്കും എന്ന് എനിക്കറിയാം. ഫസ്റ്റ് ഇയർ 12 മാസം കിട്ടിയാൽ 12 മാസം ലോസ് ആയിരിക്കും എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് തെറ്റില്ല. ഓക്കെ, അതിനുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അടുത്ത വർഷം ഈ വർഷം വരുമ്പോൾ ഞാൻ എങ്ങനെ അത് ലോസ് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നൊരു ചിന്താഗതി നമുക്ക് ഈ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പൊ എല്ലാ മാസവും നമ്മൾ കണക്ക് നോക്കണം. ബിസിനസിന്റെ ഈ കച്ചവടത്തിന്റെ അത് പറയുമ്പോൾ ഞാൻ വേറെ കാര്യം പറയാൻ വിട്ടു. ഈ കണക്കും വേണം ബിസിനസ്സിൽ. പല ആൾക്കാർക്ക് ഈ കണക്ക് സൂക്ഷിക്കുന്നതിൽ വലിയൊരു മടി കാണിക്കില്ല. അതാണ് എന്റർപ്രണർഷിപ്പ്. എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും അത്യാവശ്യം അഗ്രഗണ്യനാവണം. അതായി പൊക്കോളും കേട്ടോ തുടങ്ങിക്കഴിയുമ്പോൾ. ഇപ്പൊ നോളജ് ഇല്ലെങ്കിലും തന്നെ നോളജ് വന്നു പോകും. കാരണം അത് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിൽ ഏതെങ്കിലും ഒന്നിനെ താമസ്കരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാനീ പറഞ്ഞ പോലെ നമുക്കൊരു പ്രൊജക്ട് ഒരു പ്ലാൻ ഉണ്ട്, ബിസിനസ് പ്ലാൻ ഉണ്ട്, അതിനകത്ത് മന്ത്ലി പ്ലാൻ ഉണ്ട്, മന്ത്ലി കണക്കുകൾ കാണും. എല്ലാ കണക്കുകളും ഈവൻ സിംഗിൾ പൈസ അക്കൗണ്ട് ചെയ്ത് എല്ലാ സെയിൽസും അക്കൗണ്ട് ചെയ്ത് പോയി കഴിയുമ്പോഴേ നമുക്ക് ഇതിന് കറക്റ്റായിട്ട് ഇതിന്റെ ലാഭനഷ്ടമാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. എന്റെ പല സുഹൃത്തുക്കൾക്കും ബിസിനസ് കമ്പനിയിലെ ആൾക്കാരോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട്, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്, ലാഭമാണോ നഷ്ടമുണ്ടോ, ലാഭമാണോ? വലിയ കുഴപ്പമില്ല. അവർക്ക് അറിഞ്ഞുകൂടാ സത്യത്തിൽ കഴിഞ്ഞ മാസം ലാഭമാണോ നഷ്ടമാണെന്ന് അറിഞ്ഞില്ല. കാരണം പ്രോപ്പർലി അക്കൗണ്ട് ചെയ്യുന്നില്ല. കുറച്ച് പ്രോഡക്റ്റുകൾ ബില്ലില്ലാതെ തന്നെ വിൽക്കും, അത്രയും ടാക്സ് വെട്ടിക്കുന്നു. കുറച്ച് റോ മെറ്റീരിയൽ കാശ് കൊടുത്ത് മേടിക്കുന്നു. കുറച്ച് ജോലിക്കാർക്ക് കണക്കിൽപ്പെടുത്താണ്ട് ESI വരും, PF വരും, അവരെ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ അതിന് വേറെന്തോ പ്രശ്നം വരും. അപ്പൊ ഇവര് ചില മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്, ടേൺ ഓവർ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കണക്കുകൾ നമ്മൾ ഫ്ലഡ് ചെയ്യുമ്പോൾ പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ ഇത് എങ്ങോട്ടാ പോകുന്നത്. ലാഭമാണോ നഷ്ടമാണോ, നഷ്ടമാണെങ്കിൽ എത്ര, ലാഭമാണെങ്കിൽ എത്ര എന്ന് അറിഞ്ഞുകൂടാ. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പം എനിക്ക് യങ്സ്റ്റേഴ്സ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തുടങ്ങാൻ പോകുന്ന എല്ലാ പ്രസ്ഥാനവും പ്രോപ്പർലി അക്കൗണ്ടഡ് ആയിരിക്കണം. ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ് ആസ് ഹാവിങ് എ പ്രോപ്പർ ബിസിനസ് പ്ലാൻ. ബിസിനസ് പ്ലാനും നിങ്ങളുടെ മന്ത്ലി അക്കൗണ്ട്സും വെച്ചായിരിക്കും നിങ്ങൾ ടാലി ചെയ്ത് നോക്കണം അല്ലേ. ടാലി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ തന്നെയാണ്, ഞാനൊക്കെ ടാലിയാണ് ഉപയോഗിക്കുന്നത്. മന്ത്ലി ഞങ്ങൾ ടാലി ചെയ്ത് നോക്കും. നഷ്ടമാണെങ്കിൽ അതിനുള്ള കറക്റ്റ് മെഷേഴ്സ് എടുക്കാൻ നോക്കും. നഷ്ടമാണെങ്കിൽ ഞാൻ ടീമിനെ വിളിച്ച് സംസാരിക്കും. ഈ മാസം നമുക്ക് ഉദ്ദേശിച്ച ലാഭം കിട്ടിയില്ല, എന്താണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ചില സജഷൻസ് വരും. ചിലപ്പോൾ സെല്ലിംഗ് പ്രൈസ് കൂട്ടാനായിരിക്കും, ചിലപ്പോൾ ചില ഓവർഹെഡ്സ് കുറയ്ക്കാനായിരിക്കും, ചിലപ്പോൾ പ്രൊഡക്ടിവിറ്റിയിൽ ഇമ്പ്രൂവ്മെന്റ് കൂട്ടാനായിരിക്കും, പ്രൊഡക്ഷൻ കൂട്ടാനായിരിക്കും. പല രീതിയിൽ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. So most important is that you should have a proper business plan and you should have a proper accounting. രണ്ടും ടാലി ചെയ്ത് നോക്കി പോവുക. ഒരു വർഷം അവസാനിപ്പിക്കുമ്പം വലിയ പരിക്കില്ലാതെ ഇല്ലാതെ നോക്കുക, തീർച്ചയായിട്ടും നഷ്ടമായിരിക്കും. അടുത്ത വർഷം ഓരോ മാസവും നമ്മൾ ലാഭവും നഷ്ടവും ഇല്ലാത്ത ലെവലിലേക്ക് വരാൻ നോക്കുക.
അടുത്ത വർഷങ്ങളിൽ ഒരു ഗ്രോസ് പ്രോഫിറ്റ് ഒരു 30%, 40%, ഒരു നെറ്റ് പ്രോഫിറ്റ് എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 10% മാനുഫാക്ചറിങ് ആണെങ്കിൽ എടുക്കാൻ നോക്കുക. സർവീസിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഹൈലി ക്യാപിറ്റൽ ഇന്റൻസീവ് ആണെങ്കിൽ ഈ ഫിഗർ ഒക്കെ മാറും. ഹൈ ടേൺ ഓവർ വരുന്ന കമ്പനി ആണെങ്കിൽ 10% വേണമെങ്കിൽ കുറയാം. 10% നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അക്കൗണ്ടിങ് ഓൾ ദ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അതൊരു ഹെൽത്തി ഇതാണെന്ന് എനിക്ക് സാധിക്കാൻ പറ്റും. നിങ്ങളുടെ പ്രൊമോട്ടറുടെ ഒരു സാലറി അത് ഉൾക്കൊള്ളിക്കണം കേട്ടോ. പലപ്പോഴും അതാണ് പറ്റുന്ന വേറൊരു കേസ്. പ്രൊമോട്ടർക്ക് ആത്യന്തികമായിട്ട് ബിസിനസ് പ്രോഫിറ്റ് ആണ് ഉള്ളത്, അല്ലെ? ശരിയാണ്. ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രൊമോട്ടർക്ക് ബിസിനസ് പ്രോഫിറ്റ് എടുക്കാം. ബിസിനസ് ലോസ് ആണെങ്കിലും പ്രൊമോട്ടർ പട്ടിണി കിടക്കാൻ പാടുണ്ടില്ലല്ലോ. എന്റർപ്രണർ പട്ടിണി കിടക്കാൻ പാടില്ലല്ലോ. അപ്പൊ എന്റർപ്രണർക്ക് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന അത്രയും ഇല്ലെങ്കിലും ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു സാലറി നിങ്ങൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യണം. മുഴുവൻ എല്ലാം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ലാഭം ഉണ്ടാക്കാനായിട്ട്. അല്ലാതെ എന്റെ വർക്കിന് ഒരു വിലയുമില്ല, അത് കണക്കിൽ വരണ്ട എന്ന് പറഞ്ഞ മണ്ടത്തരമാണത്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറിയും ഈ മന്ത്ലി കണക്കിൽ പെടുത്തിയിട്ട് ആയിരിക്കണം നിങ്ങൾ പ്രോഫിറ്റ് എയിം ചെയ്യാനുള്ളത്. അപ്പൊ ഇത് രണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബിസിനസ് പ്ലാനിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, അതിന് കണക്കുകൾ ഉണ്ടാക്കിയിട്ട് മന്ത്ലി റിവ്യൂ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പലർക്കും ഒരുപക്ഷെ ബാങ്കിൽ നിന്ന് ലോൺ വേണ്ടി വരുമായിരിക്കും, അല്ലെ? ഒരു തെറ്റായ പ്രവണത എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലെ? പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. അത് ഞാൻ പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. ഇത് സഹായം മേടിച്ചോളൂ. എങ്ങനെയാണെന്നുള്ള ഒരു ഫ്രെയിം വർക്കോ കാര്യങ്ങളോ മേടിച്ചിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കി പഠിച്ച് നിങ്ങൾ അതിന്റെ മാസ്റ്റർ ആയിട്ട് വേണം ബാങ്ക് മാനേജർ എടുത്ത് പോകാനായിട്ട്. ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ബാങ്ക് മാനേജർ മിക്കവരും നോ എന്നൊക്കെ പറയും, അല്ലെ? അപ്പം അതിനെ സമർത്ഥിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു ഗവൺമെന്റ് പോളിസി അനുസരിച്ചിട്ട് ഒരു 10 ലക്ഷം രൂപ വരെയുള്ള പ്രൊജക്ടുകൾക്ക് കൊളാട്ടൽ എന്ന് പറഞ്ഞാൽ വേറെ സെക്യൂരിറ്റി, നമ്മൾ എന്തെങ്കിലും ഭൂമിയോ വീടോ ഒക്കെ ഈട് കൊടുക്കണം എന്ന് പറയുന്നത്. ഈടില്ല, കൊളാട്ടറൽ ഇല്ലാതെ 10 ലക്ഷം രൂപ വരെ ലോൺ കൊടുത്തോണം എന്നൊരു അലിഖിത നിയമം ബാങ്കിലുണ്ട്. പക്ഷെ നിങ്ങൾ അതിന് ക്വാളിഫൈഡ് ആണെങ്കിൽ അവിടെ ഒന്നും എല്ലാവർക്കും മാനേജർ ലോൺ കൊടുക്കില്ല. എല്ലാവർക്കും കൊടുത്താൽ അയാളുടെ പണി 6 മാസം കൊണ്ട് പോയിരിക്കും. കാരണം ഒത്തിരി പേര് പൊളിഞ്ഞു പോകും, ഒത്തിരി പേര് ഈ കളത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രോജക്റ്റില് കൺവിൻസ്ഡ് ആണ്, നിങ്ങളത് കമ്മിറ്റഡ് ആണ്, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും എന്ന കാര്യം നിങ്ങൾക്ക് ബാങ്ക് മാനേജറെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളുടെ റോളാണ്. അല്ലാതെ മാനേജർ തന്നില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് പരാതി പറയും, ബാങ്കിൽ പോയി ലോൺ തന്നില്ല. ബാങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലോൺ കൊടുക്കാനുള്ള സാധനമല്ല, വേണ്ട ആൾക്കാർക്ക് മാത്രം ലോൺ കൊടുക്കാനുള്ള സ്ഥാപനമാണ് ബാങ്ക്. നമ്മളൊരു കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പ്രോജക്റ്റിൽ ബിസിനസ്സിലുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ അതിലേക്കുള്ള ഒരു ചെയ്യാനുള്ള പ്രാപ്തി എല്ലാം മാനേജർക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രോജക്ട് റിപ്പോർട്ട് എന്താണ് നിങ്ങൾ എഴുതിയായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ടുപോവുക. നോ എന്ന് പറഞ്ഞാൽ സാറെ പറ്റത്തില്ല എന്ന് പറയാം, എനിക്കിത് വേണം, എനിക്കിത് ചെയ്യണം, ഞാൻ ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞു, ഇത്ര നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു, അടുത്ത മാസം ആരംഭിക്കാനുള്ളത്, പ്ലീസ് ലോൺ വൈകിക്കല്ലേ. ഇനി ഒരാൾ പറഞ്ഞാൽ വേറെ ബാങ്കിലൊക്കെ പോവാം. എല്ലാ ബാങ്കും അടക്കിയാൽ നമുക്ക് പരാതിപ്പെടാനുള്ള സാധനങ്ങളുടെ ജില്ലാ വ്യവസായ കേന്ദ്രമുണ്ട്, അവിടെ പരാതിപ്പെടാം. കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ലോണൊന്നും മുടങ്ങുന്നില്ല, ലോൺ കൊടുക്കാൻ വേണ്ടിയാണ് ബാങ്ക് ഇരിക്കുന്നത്. അപ്പൊ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്, ബാങ്ക് മാനേജറെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഒരു നല്ലൊരു കലയാണ്. കലയെന്ന് ഉപരിയായിട്ട് അതൊരു നമ്മളൊരു ആത്മാർത്ഥമായ നമ്മളെ ബിസിനസിനെ കുറിച്ചുള്ളൊരു 100% കമ്മിറ്റ്മെന്റ് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ അതിനെ കാണാം. ഒരു ടഫ് ഇന്റർവ്യൂ പാസ്സാകുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നത്. ബാങ്ക് ലോൺ വേണ്ടവരെ തീർച്ചയായിട്ടും ബാങ്ക് ലോൺ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഉപയോഗിക്കുക, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക. കാരണം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരിടത്തുനിന്ന് കടം മേടിച്ചിട്ട് അത് വെച്ച് ബിസിനസ് ചെയ്തിട്ട് അതിന്റെ ലാഭം കൊണ്ട് തിരിച്ചടയ്ക്കുക എന്നുള്ള കൺസെപ്റ്റാണ് ശരിയായ കൺസെപ്റ്റ്. സ്വന്തം ക്യാപിറ്റൽ ഇട്ടിട്ട് സേഫ് ആയിട്ട് ചെയ്യാന്നുള്ളതല്ല ബിസിനസ്. നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ കുറച്ചൊക്കെ മുടക്കിയുള്ള ഒരു പ്രൊമോട്ടർ ഷെയർ എന്ന് പറഞ്ഞാൽ 30% ഒക്കെ ബാങ്ക് ഇടാൻ പറയും, അത് ഇടുക. ബാക്കിയുള്ള പണം തീർച്ചയായിട്ടും നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുക്കുക, ലോൺ എടുക്കുക, എന്നിട്ട് ലോൺ സർവീസ് ചെയ്യുക. അപ്പൊ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് കിട്ടും. ബാങ്കിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഓടിപ്പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊജക്ട് പോയിട്ട് പോയത് അവര് വലിച്ച് മുഖത്ത് എറിഞ്ഞു കളയുക. പിന്നെ അക്കൗണ്ടിങ്ങിലെ ട്രാൻസ്പെറൻസി ഞാൻ പറഞ്ഞു. പിന്നെ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന തുടക്കാർ ഫേസ് ചെയ്യുന്ന വലിയൊരു ചലഞ്ചാണ് ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനുള്ളത്. വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് നമ്മളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശമ്പളം കൊടുക്കാനുള്ള മാർഗ്ഗമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ടീമിനെ കുറിച്ച് സംസാരിക്കും, അല്ലെ? എങ്ങനെ ടീമിനെ ബിൽഡ് ചെയ്യാം? ഒരിക്കലും ഒരു എന്റർപ്രണർക്കും തന്നെ ഈ ലോകത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ടീം വർക്ക് വേണം.
കാരണം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ടീം വർക്കുള്ള പ്രസ്ഥാനങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അവിടെ ഞാനൊന്നും ഒറ്റയാൾപ്പെട്ട ആൾക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ സ്ലോലി യു ഹേവ് ടു ബിൽഡ് എ ടീം ഓൾസോ. ഇപ്പൊ ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇനിഷ്യലി. പക്ഷെ നമ്മൾ ടീം വേണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ജോലിക്ക് എടുക്കാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ വലിയ ഓവർ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. ഞാൻ എൻ്റെ കമ്പനിയിൽ വലിയ ക്വാളിഫൈഡ് ഉള്ള ആൾക്കാർ ആരും എടുത്തിട്ടില്ല. എൻ്റെ ഫാക്ടറിയിലെ മാനേജർ ഇവിടെ ആദ്യകാലത്ത് 2000 ജോലി ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ വർക്കറാണ്. സാധാരണ വർക്കറാണ് ഇപ്പോഴത്തെ ഫാക്ടറി മാനേജർ ആയിട്ടിരിക്കുന്നത്. അപ്പം SSLC മറ്റാണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ. ഓക്കെ. പക്ഷെ നമ്മൾ ആൾക്കാരെ എടുക്കുക, നമ്മൾ അവരെ ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് എന്താണ് വേണ്ടെന്ന കാര്യം നമ്മൾക്ക് അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാകുന്നതിനോടൊപ്പം നമ്മളുടെ ടീം മെമ്പേഴ്സിനോട് അത് പറഞ്ഞു കൊടുക്കാനുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അതാണ് ഞാൻ ടീം ബിൽഡിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ 1, 2, 3 പേരൊക്കെ ആണെങ്കിലും ഇത് പിന്നെ കുറച്ച് ആൾക്കാർ കൂടുമ്പോൾ എപ്പോഴും നമ്മുടെ കമ്പനിയുടെ എന്താണ് പ്ലാൻ, വിഷൻ, മിഷൻ, എന്താണ് നമ്മൾ ബിസിനസ് പ്ലാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരളവ് വരും. എല്ലാ കാര്യങ്ങളും പ്രൊമോട്ടർക്ക് സ്റ്റാഫുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ ഫോക്കൽ പോയിന്റുകളായിട്ടുള്ള കാര്യങ്ങൾ, അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിക്കോട്ടെ, ബിസിനസ് ടാർഗറ്റ്സുകളായിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം കൃത്യമായ ടാർഗറ്റുകൾ നമ്മൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ടീം ബിൽഡപ്പ് ചെയ്യാൻ ആദ്യം മുതലേ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ കൂടെ ആരുമില്ല, നമ്മൾ കണ്ടമാനം ജോലി 2-3 വർഷം വർക്ക് ചെയ്തിരുന്നു, നല്ലൊരു ബിസിനസ് ഇതൊക്കെ പിടിച്ചെടുത്തു, മാർക്കറ്റ് ചലനം ഉണ്ടാക്കാൻ സാധിച്ചു, കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയാളായി. അതൊരു ഓക്വേർഡ് സിറ്റുവേഷൻ ആണ്. അപ്പൊ ആദ്യം തന്നെ മനസ്സിലായിക്കോളുക, നമ്മൾ ഇതിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബിൽഡ് എ ടീം. നമ്മളെ ബിസിനസ് പ്ലാനിന്റെ സൈസിനനുസരിച്ചുള്ള ടീം. ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് 2 പേരെ കൂടെ ഉണ്ടായിരുന്നത്, ഇപ്പൊ അത് 87-90 പേരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ ഒരു ടീമിനെ ബിൽഡപ്പ് ചെയ്യാൻ നോക്കുക. ഒരു സമയം കഴിഞ്ഞാൽ അവരായിരിക്കും ഈ ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ കൂടുതൽ ബിസിനസ് റീഫൈനിങ്ങിലും കൂടുതൽ ബിസിനസിന്റെ മാറ്റങ്ങളിലും റണ്ണിങ് ബിസിനസ് അവർ നടത്തിയിട്ട് ബിസിനസിന്റെ ഇംപ്രൂവ്മെന്റ്സ്, ബിസിനസ് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, ബിസിനസിനെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുക, ഒരു വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള കാര്യങ്ങളിൽ മാത്രം പ്രൊമോട്ടർ ഇൻവോൾവ് ആയിക്കോട്ട് ഒരു 5-6 വർഷം കഴിയുമ്പോൾ നമ്മുടെ റണ്ണിങ് ബിസിനസ് നമ്മുടെ ടീം നടത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആദ്യം മുതൽ ശ്രദ്ധിക്കണം. പിന്നെ വായിൽ വിഷൻ എന്നൊരു വാക്ക് വന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഡ്രീം എന്ന് പറഞ്ഞാൽ അതുപോലത്തെ വിഷൻ ഉണ്ടാവണം. എന്തിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, ഒരു ലോങ് ടൈം വിഷൻ നമുക്കുണ്ടാകും. അത് നമുക്ക് വേണേൽ കാലത്തിനനുസരിച്ച് നമുക്കൊന്ന് വേണം മാറ്റാം. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വിഷനിൽ മൈനർ ചേഞ്ചസ് ഒക്കെ വരുത്താം. പക്ഷെ ഒരു വിഷനും ഒരു ആക്ഷൻ പ്ലാനും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു നല്ലൊരു ചട്ടക്കൂടായി കഴിയും. ഇനി പറ്റുമെങ്കിൽ ഇതൊക്കെ എഴുതി വെക്കുക. ഈ മനസ്സിൽ കരുതി നടക്കുന്നതിലും ഡോക്യുമെന്റ് ആക്കുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. കാരണം എ ഡോക്യുമെന്റ് ഈസ് എ ഡോക്യുമെന്റ്. നിങ്ങൾ വെള്ളക്കടലാസ് എഴുതിക്കോട്ടെ, ഒരു ബുക്കിൽ എഴുതിയവരിൽ സൂക്ഷിച്ചു വെച്ചോട്ടെ, അത് റിട്ടൺ ഡൗൺ ഡോക്യുമെന്റ് ആണ്. അതിലൊരു മുദ്രക്കടലാസിൽ എഴുതിയ ഒരു എക്സിക്യൂട്ടീവ് എഗ്രിമെന്റ് വിലയുണ്ടെന്ന് ഞാൻ പറയും. കാരണം നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങളുടെ കൈപ്പടവിൽ അവിടെ വന്നിരിക്കുന്ന അതിൻ്റെ ഇടയിൽ ഒപ്പുണ്ടാവും, ഒരുപക്ഷെ ആ ഡേറ്റ് ഉണ്ടാവും, നിങ്ങൾ അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ഡ്രീം അല്ലെങ്കിൽ വിഷൻ ഡെമോൺസ്ട്രേറ്റഡ് എന്ന് ഞാൻ പറയും. അത് ഡെമോൺസ്ട്രേറ്റഡ് വേറൊരാൾക്ക് കാണാൻ പറ്റും അല്ലേ, അതാണ് ഡെമോൺസ്ട്രേഷൻ. സോ യുവർ വിഷൻ ഷുഡ് ബി ഡെമോൺസ്ട്രേറ്റഡ് അറ്റ്ലീസ്റ്റ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. അത് ഇടയ്ക്ക് നമ്മളൊന്ന് എടുത്ത് നോക്കണം. വേണമെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഒരു റീഫൈൻമെന്റ് ഒക്കെ വരുത്താം നമുക്ക് വേണമെങ്കിൽ. അപ്പൊ ഒരു ലോങ് ടൈം വിഷൻ ഉണ്ടായിക്കോട്ടെ, അതിന് അടിസ്ഥാനപരമായിട്ട് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടായിക്കോട്ടെ, ഒരു കണക്കുകൾ ഉണ്ടായിക്കോട്ടെ, ഒരു ബാങ്കിൽ നിന്ന് ലോൺ മേടിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിക്കോട്ടെ. പിന്നെ ബിസിനസ്സിൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ സത്യസന്ധത വെച്ച് പുലർത്താം. അത് നമ്മുടെ സമൂഹത്തിന്റെ പണ്ടുകാലത്ത്, ഇപ്പൊ ഇല്ല, പണ്ടുകാലത്തുള്ള കാഴ്ചപ്പാടാണ്. ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ കള്ളുകുടിയന്മാരും സിനിമയിലൊക്കെ കാണാറില്ലേ, എം എൻ നായർ അങ്ങനെയുള്ള ആൾക്കാര്, ഗുണ്ടകൾ, വലിയ വലിയ ഫാക്ടറി ഉടമകൾ, അവര് എന്താണ് തൊഴിലാളികളെ പീഡിപ്പിക്കുന്നവര്, സ്ത്രീകളെ പീഡിപ്പിക്കുന്നവര്, കള്ളക്കടത്ത് നടത്തുന്നവര്, കള്ളക്കടത്ത് വന്ന് ലോറി ഓവർടേക്ക് ചെയ്യുന്ന പോലീസ് ജീപ്പ്, ഇതൊക്കെ എന്റെ കാലത്ത് ഞങ്ങളുടെ മനസ്സിലേക്ക് വരെ. ഇപ്പൊ നിങ്ങൾക്ക് അത് ഉണ്ടോന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അങ്ങനെയുള്ള റബിഷ് ഫിലിം ഒന്നും വരാറില്ല. ഞാൻ കണ്ടതിൽ, എന്നെ കുറിച്ച് പറയല്ല, എന്നെ വിട്ടു, ഞാൻ കണ്ടതിൽ, എന്റെ കമ്മ്യൂണിറ്റി ഞാൻ കണ്ടതിൽ ഏറ്റവും സത്യസന്ധമായ ആൾക്കാർ ബിസിനസ്സുകാരാണ്. വേറൊന്നുമല്ല, സത്യസന്ധമല്ലാത്തൊരു ബിസിനസ് നിലനിൽക്കില്ല. ഷോർട്ട് ടൈം ഗെയിൻസ് ഉണ്ടാവും, ഷോർട്ട് ടൈം ലോസസും ഉണ്ടാവും. സത്യസന്ധത എന്ന് പറയുന്നത് ഒരു പ്യൂരിറ്റൻ മൈൻഡിലുള്ള ചിന്താഗതിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഇല്ലേ? നമുക്ക് വൈറ്റ് ലൈസ് ആകാന്ന് പറഞ്ഞിട്ടില്ലേ, അല്ലേ?
കള്ളം പറയാൻ പാടില്ല, പക്ഷെ വൈറ്റ് ലൈസ് ആകാം. ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയ കള്ളമൊക്കെ പറയാം, അതിന് തെറ്റൊന്നുമില്ല. ഒരു സാഹചര്യത്തിൽ ചെറിയൊരു ഫിനാൻഷ്യൽ ഇംപ്രോപ്പറാലിറ്റി ഒക്കെ ചെയ്യാം, അതിന് തെറ്റൊന്നുമില്ല. കാരണം നമ്മുടെ ഒരു സെയിന്റ് നോബി ജോസഫ് ആകാനല്ല നമ്മളുടെ ആഗ്രഹം. പക്ഷെ ഒരു കാര്യം കൂടെ ചേർത്ത് ഞാൻ പറയാം, നമ്മുടെ ബിസിനസ് നിലനിൽക്കണമെങ്കിൽ ബിസിനസ്സിനോട് തന്നെ നമുക്കൊരു സത്യസന്ധത ഉണ്ടാകണം, ഈ സമൂഹത്തോടൊരു സത്യസന്ധത ഉണ്ടാകണം. ഞാൻ ഇടയ്ക്ക് ഇത്തിരി ബ്ലാക്ക് മണിയൊക്കെ ഞാൻ ജനറേറ്റ് ചെയ്യും, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. കാരണം ഈ സമൂഹത്തിൽ വർക്ക് ചെയ്യുമ്പം ഈ സമൂഹത്തിന്റെ പല അപജയങ്ങളും എന്റെ ബിസിനസ്സിലുണ്ട്. ഇവിടെ ചില ആൾക്കാർക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വരും. ഒരു പക്ഷെ നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടോ അല്ലെ? കൈക്കൂലി കൊടുക്കാൻ പാടുണ്ടോ? ഈ കൈക്കൂലിക്കാരെ ഞാനും കുറെ വർഷത്തോളം വലിയ പടപൊട്ടിയ ആളാണ്. കൈക്കൂലി കൊടുക്കില്ല. കൈക്കൂലിക്കാരെ കണ്ട ഉടനെ അവരെ എങ്ങനെയും ഉദ്യോഗസ്ഥന്മാരെ ആരെങ്കിലും വിളിച്ച് പറയാൻ നോക്കും. നമ്മള് അത് വന്ന് അങ്ങ് രക്തം തിളയ്ക്കുവാണ്, കൈക്കൂലി. അടുത്തിടെ എനിക്ക് എൻ്റെ ഒരു ബോധ്യം വന്നത് വേറെ ഒന്നുമല്ല, എന്നെ ഒരാളെ പഠിപ്പിച്ചു തന്നു. ഞങ്ങൾ ISO 9000 കമ്പനിയാണ്. ISO 9000 കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ISO 9000 2015 അതിന്റെ അവരുടെ ബേസിക് വേർഷൻസിന്റെ ഒരു മാറ്റം വന്നു അല്ലെ. ISO 9000 എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഒരു ബേസിക് ആയ കുറെ കൺസെപ്റ്റുകൾ, എന്തിനു വേണ്ടിയാണ് ISO 9000 ചെയ്യുന്നതെന്ന് വരെയുള്ള കൺസെപ്റ്റുകളിൽ ഒരു മാറ്റം 2015 വന്നു. അതിന് ഞാൻ മനസ്സിലാക്കിയ കാതലായ മാറ്റം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വേർഷനിൽ അവർ കൊടുത്തിരുന്ന ഇമ്പോർട്ടൻസ് മുഴുവൻ പ്രോഡക്റ്റ് ക്വാളിറ്റിക്കായിരുന്നു അല്ലെ. ഹൗ യു ക്യാൻ ഡെലിവർ എ ക്വാളിറ്റി, ദ ഡിസൈഡ് ക്വാളിറ്റി ആണ് കേട്ടോ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി എന്നൊന്നും ISO ഒരിടത്തും പറഞ്ഞിട്ടില്ല. ദ റിക്വയർഡ് ക്വാളിറ്റി ഓഫ് എ പ്രോഡക്റ്റ് ഓഫ് എ സർവീസ്, ഹൗ ക്യാൻ യു ഡെലിവർ കൺസിസ്റ്റന്റ്ലി ടു മീറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു പഴയ ISOയുടെ നെടും വാചകം. അതായിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അതായിരുന്നു 2015 അപ്ഡേറ്റഡ് വേർഷൻ വന്നപ്പോൾ അത് മാറി, അത് സെക്കൻഡറി ആയി. പ്രൈമറി അവർ വന്നേക്കുന്നത് നിങ്ങളുടെ ബിസിനസ് സസ്റ്റൈനബിലിറ്റിയാണ്. മനസ്സിലായി? അപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് ഇത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ അവർ വരുത്തിയ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. പ്രോഡക്റ്റ് ക്വാളിറ്റി മാറ്റി വെച്ചിട്ട് ബിസിനസ് സസ്റ്റൈനബിലിറ്റി ആക്കി മെയിൻ സാധനം. വളരെ സത്യമായ കാര്യമല്ലേ? ബിസിനസ് ഉണ്ടെങ്കിലേ പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളൂ. നിന്റെ ബിസിനസ് ഫെയിൽ ആയിപ്പോയി, നിന്റെ പ്രോഡക്റ്റ് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ? ബിസിനസ് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നപ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്ത വേറെ കുറച്ച് മേഖലകളുണ്ട്. അതായത് അവർ പറഞ്ഞ ഇൻട്രസ്റ്റഡ് പാർട്ടീസിനെ ഐഡന്റിഫൈ ചെയ്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കണം. ഇൻട്രസ്റ്റഡ് പാർട്ടീസിനാണ് ആർക്കൊക്കെയാണ് ഇതിന്റെ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ? ഓഫ് കോഴ്സ് നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ സപ്ലയേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ ബാങ്ക്, നമ്മൾ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർ, അങ്ങനെ ലിസ്റ്റ് പോകും. അപ്പം ഐ വാസ് സപ്പോസ് ടു മേക്ക് എ ലിസ്റ്റ്. കാരണം ലിസ്റ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണം. യു മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ബിസിനസ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് രാഷ്ട്രീയക്കാർ വന്നു, അതിനകത്ത് ചില ഉദ്യോഗസ്ഥന്മാർ വന്നു, ചില കൈക്കൂലി വേണ്ട ഉദ്യോഗസ്ഥന്മാർ വന്നു. കിട്ടിയേക്കുന്ന മെസ്സേജ് അതാണ്, നിന്റെ റോള് കൈക്കൂലിയെ ഫൈറ്റ് ചെയ്യാനൊന്നുമല്ല. ഈ കൈക്കൂലി കൊടുത്ത് ബിസിനസ് നടത്തണമെന്ന് പറയുന്നുണ്ട്, അത് വേറെ കാര്യം. ഞാൻ ഒരിക്കലും കൈക്കൂലി കൊടുത്തിട്ട് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പോകില്ല. പക്ഷേ ഇവിടെ കയറി വരുന്ന ഒരു ഓഫീസറുടെ റിക്വയർമെന്റ് 1000 രൂപയാണെങ്കിൽ 1000 രൂപ എടുത്ത് കൊടുക്കാൻ എനിക്ക് മടിയില്ല. കാരണം സിസ്റ്റം എന്നോട് പറയുന്നത് അതാണ്, നിന്റെ ബിസിനസ് സസ്റ്റൈനബിൾ ആകണം, നിന്റെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന്റെ താല്പര്യങ്ങൾ നീ പരമാവധി നടത്താൻ ശ്രമിക്കണം. ഒരു പഞ്ചായത്ത് മെമ്പർ വന്നിട്ട് ഒരു തുക ചോദിക്കുകയാണ്, ഒരു ആവശ്യത്തിലാണ്. എനിക്ക് മനസ്സിലായി കള്ളത്തിലാണെന്ന് മനസ്സിലായി. ഞാൻ അത് കൊടുക്കണോ വേണ്ടേ? പണ്ട് കാലത്താണെങ്കിൽ ഞാനത് കൊടുക്കില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഒഴിഞ്ഞു വരും, കാശില്ലെന്നോ ദാരിദ്ര്യമാണെന്നോ ബുദ്ധിമുട്ടാണോ ചില കാര്യത്തിൽ പറ്റത്തില്ലാന്നവരെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ റിപ്പർക്കഷൻ വരാൻ പോകുന്നത് ചിലപ്പം കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. ഇവരൊരു അവസരം പാത്തിരിക്കുമായിരിക്കും എന്റെ പണി മുടക്കാനായിട്ട്. ഇത് അവിടുന്ന് പുക വരുന്നു, അവിടുന്ന് മണം വരുന്നു, അവിടെ പൊല്യൂഷൻ, വെള്ളം പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, മറ്റേ പൊല്യൂഷൻ എല്ലാം കയറി വരുമല്ലോ. അപ്പം ബിസിനസ് സസ്റ്റൈനബിലിറ്റി എന്തായി? അപ്പൊ ഞാൻ അന്ന് 500 രൂപ കൊടുക്കുന്നതായിരുന്നു നല്ലത്, ഞാനിപ്പോ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. അപ്പൊ എനിക്കിത് വളരെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് മനസ്സിലാക്കി ഞാനിത് ബിസിനസ്സിൽ പ്രാവർത്തികമാക്കി. ഇത്തിരി സംതിങ് ആൾക്കാർക്കൊക്കെ അത്യാവശ്യക്കാർക്ക് കൊടുക്കേണ്ടി വരും, അത് കൊടുത്തോളൂ. കൊടുത്തുപോയി ഗെറ്റ് ലോസ്റ്റ്, കാര്യം കഴിയും. എന്റെ ഫോക്കസ് എന്റെ ബിസിനസ് നടത്തുക എന്നുള്ളതിൽ മാത്രമാണ്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേറെ രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ പറഞ്ഞു വന്ന പോയിന്റ് അതാണ്, നമ്മൾ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് നമ്മൾ കയറി പോകുന്നത് ഞാൻ ആലോചിച്ച് നോക്കട്ടെ. ഒരു പക്ഷേ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയൊക്കെ ഒരു കോൺഫറൻസിലെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യകത ആയിരിക്കാം ഞാൻ പറഞ്ഞത്.
ഇതും തീർച്ചയായിട്ടും ഒരു പോയിന്റ് തന്നെയാണ്. നമ്മൾ ബിസിനസ്സിൽ ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹത്തിന്റെ ഇതിന് ഒഴിഞ്ഞു മാറണമെന്നോ ഒരു പ്രതികരണ ശേഷി ഇല്ലാത്ത ആളായി മാറണമെന്നോ ബിസിനസ്സേ എന്ന് പറഞ്ഞ് നടക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ അങ്ങനെയുള്ള ആളല്ല. പല മേഖലകളിലും ശക്തമായി പ്രതികരിക്കുന്ന ആളാണ്. ഈവൻ NRC, നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രി, മറ്റേ സാധനങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയാണ് ആകെ പ്രമേയം പാസ്സാക്കിയത്. ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഓർഗനൈസേഷൻ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ എന്റെ ഇനിഷ്യേറ്റീവിൽ ഞങ്ങൾ ഭേദഗതി പാസ്സാക്കി. വേറെ കണ്ടല്ല, ആൾക്കാരെ എതിർത്തതിന് മറ്റേ എതിർപ്പുള്ള ചിന്തയുള്ള ആൾക്കാരെ എതിർത്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മുടെ രാജ്യത്തെ ദോഷമായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ഇങ്ങനെ നടപ്പിലാക്കി നമ്മളുടെ ഈ ബിസിനസ് ഫോക്കസ് പോയി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ദാറ്റ് വിൽ അഫക്ട് അവർ ബിസിനസ്, അല്ലെ? തീർച്ചയായിട്ടും നമ്മൾ ബിസിനസിനെ എഫക്ട് ചെയ്യില്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു സാധനം വരുമ്പോൾ അതിന് പ്രതികരിക്കാനുള്ള ഒരു റോൾ നമ്മുടെ സംഘടനയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പാസ്സാക്കി ഹയർ ലെവലിലേക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തത്. അപ്പൊ ഞാൻ കൂടെ പറയുന്ന കാര്യം വേറൊന്നുമല്ല. ചില ആൾക്കാരുണ്ട്, ഞാൻ എന്റെ ബിസിനസ്, വേറെ ഒന്നുമില്ല, ഞാനും എന്റെ ബിസിനസ്, വേറെ ആരും എനിക്കറിയാണ്ട് ഞാൻ എന്റെ കുടുംബം എന്റെ ബിസിനസ്. ഒരിക്കലും അങ്ങനെ ഒരു മെസ്സേജ് അല്ല ഞാൻ തന്നേക്കുന്നത്. പക്ഷേ നിന്റെ ബിസിനസ് ഇല്ലെങ്കിൽ നീയുമില്ല, നീ പറഞ്ഞ ആൾക്കാർ നിന്റെ കുടുംബമില്ല. നമ്മുടെ പ്രൈമറി ഫോക്കസ് നമ്മളുടെ ബിസിനസ്, നമ്മളുടെ ഡിസൈഡ് ലെവൽ ഓഫ് ഒരു 5 വർഷം കൊണ്ട് അതിലേക്ക് എത്തിയതിനു ശേഷം നമ്മൾ അതിനെ ഒരു സസ്റ്റൈനബിൾ രീതിയിൽ നടത്തുക, പറ്റുന്ന രീതിയിൽ സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളുടെ മെയിൻ ഫോക്കസ്. അല്ലാതെ എല്ലാത്തിനും കയറി പ്രതികരിച്ച് ആൾക്കാരെയും ഓഫീസർമാരെയും മുഷിപ്പിച്ച് ബുദ്ധിമുട്ടിലാക്കി അങ്ങനെ പോയിട്ടൊന്നും ഐ തിങ്ക് അതിനകത്തൊരു പ്രൊഡക്ടിവിറ്റി ഇല്ല. ഓക്കെ, നമ്മളൊരു പോസിറ്റീവ് സ്റ്റാൻഡ് എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയൊക്കെ പരമാവധി നമ്മൾ സൗകര്യത്തിൽ നമ്മളൊരു കോൺഫറൻസിൽ എടുത്ത് നടത്തുക. ഞാൻ ടീം ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. എനിക്കൊന്ന് ബാങ്കിൽ പോയി ബാങ്ക് മാനേജർ അറ്റൻഡ് ലെവൽ വരെ ഞാൻ പറഞ്ഞു. ഒരു കസ്റ്റമർ ഫോക്കസ്ഡ് ആയിരിക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പ്രോജക്ട് റിപ്പോർട്ടിന്റെ പ്രസക്തി പറഞ്ഞു. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇനി കൂടുതൽ പിന്നെ ഞാനൊരു കാര്യം വേണമെങ്കിൽ അറിയാം, നമ്മളൊക്കെ ഒരു ബിസിനസ്സുകാരനൊക്കെ കുറെ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കണം. അത് ഇപ്പോഴും ചിന്തിക്കുന്നതാണല്ലോ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ചിന്തിക്കേണ്ടി വരും. വലിയ വലിയ തകർച്ചകളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കപ്പെട്ടു പോകും. ഫിലോസഫി എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതില് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ബിസിനസ്സിലാകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രാവർത്തികമാക്കാനും റിസൾട്ട് കിട്ടാനും സാധിക്കും. ഇപ്പൊ ബൈബിളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നു അങ്ങനെ മറ്റുള്ളവരോട് പെരുമാറും. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. നിന്നോട് എങ്ങനെ ഒരാൾ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നു, ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ. എന്നെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കും, എനിക്ക് ഇത്തിരി കാശ് തരാണ്ട് സമയത്ത് കാശിന് തരും, എനിക്ക് ഓർഡർ തരും, എന്നെ വിഷമിപ്പിക്കില്ല. നീ എന്ത് ആഗ്രഹിക്കുന്നു അത് ആദ്യം നീ അങ്ങോട്ട് ചെയ്യുന്നു. നിന്റെ മറ്റുള്ളവരോട് ആദ്യം അങ്ങോട്ട് ചെയ്തു നോക്കാം. ഞാൻ എൻ്റെ സപ്ലൈസിന് സമയത്ത് കാശ് കൊടുക്കില്ല, അവർ വിളിച്ച ഫോൺ എടുക്കത്തില്ല. ഞാൻ എൻ്റെ ജോലിക്കാർക്ക് ശമ്പളം മര്യാദയ്ക്ക് കൊടുക്കത്തില്ല, അവരുടെ മര്യാദയ്ക്ക് പെരുമാറില്ല. ഞാൻ എൻ്റെ കസ്റ്റമറെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്യില്ല. ആണെങ്കിൽ നിങ്ങളോട് അങ്ങനെ ആൾക്കാർ എങ്ങനെ പെരുമാറുള്ളൂ, അല്ലേ? ഇപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ എങ്ങനെ ആൾക്കാരുടെ പെരുമാറുന്നു, നമ്മളോട് അങ്ങനെ ആയിരിക്കും സമൂഹം മൊത്തത്തിൽ നമ്മളോട് അങ്ങനെ ആയിരിക്കും നമ്മളുടെ പെരുമാറാൻ പോകുന്നത്. മറ്റുള്ളവരെ വെല്ലുവിളിക്കല്ല നമ്മളുടെ ബിസിനസ്. പല ആൾക്കാരും മറ്റുള്ള ആൾക്കാരെ വെല്ലുവിളിച്ച ബിസിനസ്സിലാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല. അയാളും ചോദിച്ചു പോട്ടെ. കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തൊരവസ്ഥ എന്ന് വരുന്നു അന്ന് നിങ്ങളുടെ ബിസിനസിന്റെ ഫെയിലർ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ് എപ്പോഴും നമുക്ക് നല്ലത്. കോമ്പറ്റീഷൻകാരൊക്കെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത്യന്തമായിട്ട് ഞാനും തന്നു. കാരണം എനിക്ക് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നില്ല. പിന്നെ ഇമ്പ്രൂവ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പിന്നെ കാണുന്നില്ല. കാരണം ഞാനായി അല്ല, ഫീൽഡിലെ എല്ലാ ആളും ഞാനായി മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ബിസിനസ്സുകളും സസ്റ്റൈനബിൾ അല്ല. ഹെൽത്തി കോമ്പറ്റീഷൻ വേണം. ഞാനും ഒരു പാർട്ട് ആയിക്കോട്ടെ. തീർച്ചയായും നിങ്ങൾക്കുള്ള ഒരു സ്പേസ് പലർക്കും ഒരു പേടിയാണ്. അതിന്റെ ആവശ്യമില്ല. വെല്ലുവിളിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞു, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു ഒരു സ്പേസ് ഈ പ്രപഞ്ചത്തിലുണ്ട്. നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ച് ഒരു ബിസിനസ് നടത്താൻ വേണ്ടി വിചാരിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ട്. അത് അറിഞ്ഞോ അറിയാതെ മറ്റുള്ളവർ നിങ്ങൾക്ക് സ്പേസ് ആക്കി തന്നോളൂ. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. നമ്മുടെ അപ്രോച്ച് അങ്ങനെ ആയാൽ മതി. നമ്മുടെ അപ്രോച്ച് ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നായിക്കോട്ടെ, അല്ലെ? അവരും ജീവിച്ചു പോയിക്കോട്ടെ, എനിക്കും ജീവിക്കണം. ആ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് ബിസിനസിനെ കൊണ്ടുവരാൻ സാധിക്കും. മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്നാണെങ്കിൽ അതുപോലെ അവരുടെ പെരുമാറാൻ ശ്രമിക്കുക.
നമ്മുടെ ബിസിനസിന്റെ ഏക ഗുണഭോക്താവ് ഞാനാണെന്ന് മാത്രം ചിന്തിക്കാതിരിക്കുക. അതും തെറ്റായ ഒരു കൺസെപ്റ്റാണ്, അല്ലേ? അതിൽ വൺ ഓഫ് ദ ഗുണഭോക്താവ്, ഏറ്റവും മെയിൻ ഗുണഭോക്താവ്, ഏറ്റവും മെയിൻ എടുക്കുന്ന ആളെ ഞാനാണ്. എനിക്ക് അർഹതയുണ്ട്. ഞാനാണ് ഈ തുടങ്ങിയേക്കുന്നത്, മുഴുവൻ റിസ്ക് എടുത്തേക്കുന്നത് ഞാനാണ്. എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. അതിന് ന്യായമായ റിട്ടേൺസ്, ലാഭത്തിന്റെ നല്ല ശതമാനം എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. പക്ഷെ എന്റെ മാത്രമാണെന്ന് കരുതാൻ പാടില്ല. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, അല്ലേ? നമുക്കിങ്ങനെ ഒരു അവസരം തുടങ്ങാൻ കിട്ടി. അപ്പൊ അതിന്റെ റിസൾട്ട് കാര്യങ്ങൾ എല്ലാവർക്കും ഉള്ളതാണെന്നൊരു ചിന്താഗതി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കണം. പിന്നെ ഫെയിലിയറിനെ കുറിച്ച് ഓർത്ത് പേടിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഫെയിലിയർ അല്ലേ വേണം, നിങ്ങൾക്ക് സക്സസ് അല്ലേ വേണ്ടത്. സക്സസിനെ ഫോക്കസ് ചെയ്യാം. പോസിറ്റീവ് ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ ഇന്ന് പോയാൽ ശരിയാവില്ല, ആ ബാങ്കിൽ പോയിട്ടൊന്നും കാര്യമില്ല, ആ മാന്യത ലോൺ തരാൻ പോകുന്നില്ല, ഇങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഇന്ന് ലോൺ കിട്ടുമെന്ന് ഓർത്ത് ഒരു ഹാപ്പി മൂഡിൽ, ഒരു പ്ലസന്റ് എൻവയൺമെന്റിൽ ജീവിതം ആരംഭിക്കാൻ ശ്രമിക്കുക. ചില ദിവസമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാനീ പറഞ്ഞ പോലെയോ നിങ്ങൾ കേൾക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല എന്റർപ്രണേഴ്സ് അനുഭവിക്കാൻ പോകും. ഇതിന്റെയൊക്കെ എത്രയോ മടങ്ങ് ഇരട്ടി, എത്രയോ ആയിരക്കണക്കിന് മടങ്ങ് ബുദ്ധിമുട്ടുകൾ ഓരോരുത്തർ അനുഭവിക്കാൻ പോകുന്നുണ്ട്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചില നിമിഷങ്ങൾ നമ്മൾ പതറിപ്പോകും. കുഴപ്പമില്ല, പതറിപ്പോട്ടെ. അൾട്ടിമേറ്റ്ലി നമുക്ക് ഉള്ളിലൊരു വിശ്വാസമുണ്ടല്ലോ, ഞാൻ ശരിയാവും, എന്റെ ബിസിനസ് ശരിയാവും, ഈ പ്രശ്നം മാറിപ്പോകും എന്നുള്ളൊരു വിശ്വാസം, എന്നുള്ള പോസിറ്റീവ് എനർജി ഇങ്ങനെ തിളച്ചു നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇല്ലെന്നായി പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്ന് പ്രശ്നങ്ങൾക്ക് അടിമപ്പെടാൻ തുടങ്ങിയോ അന്ന് നമ്മുടെ ഫെയിലിയർ ആരംഭിച്ചു തുടങ്ങി. അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ന് ഫെയിലിയർ ആഗ്രഹിക്കുന്നു അന്ന് ഫെയിലിയർ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതിപ്പോ ഒരു ഉട്ടോപ്യൻ ഇതായിട്ട് നിങ്ങൾക്ക് തോന്നും. ആരെയും ഫെയിലിയർ ആഗ്രഹിക്കുന്നതാണ്. ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ ഒരു ദിവസം ചിന്താഗതിയിൽ എന്തെല്ലാം സാധനങ്ങൾ വന്ന് കയറി പോയിട്ടുണ്ടോ? ആ പരീക്ഷയ്ക്ക് ജയിക്കാനൊന്നും വഴിയില്ല, എനിക്ക് പണിയൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല, ഇതൊന്നും ശരിയാവില്ല. ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ചിന്തകൾ കണ്ടമാനം നമ്മുടെ മനസ്സിൽ കുടിയിരിപ്പുണ്ടാവും. കുറച്ചൊക്കെ വേണം, ഇരുന്നോട്ടെ, മുഴുവൻ നമ്മൾ ഒഴിവാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ തുടങ്ങിയ ഒരു പ്രസ്ഥാനം രക്ഷപ്പെടും, നിലനിൽക്കും. എനിക്ക് അതിനുള്ള കഴിവുണ്ട്, എനിക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട് എന്നുള്ള ഒരു സത്യസന്ധമായ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. അതുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ വളരെ എളുപ്പമായി. ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അത് ഞാൻ പറഞ്ഞു തരാം, എൻ്റെ ജീവിത അനുഭവമാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നോട്ടെ, എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നോട്ടെ, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കും. അത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു സീക്രട്ടാണ്. അത് വന്നിരിക്കും. പക്ഷെ നമ്മൾ പലരും അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് കുഴപ്പം. അതാണ് ഞാൻ പറഞ്ഞ അഡ്വേഴ്സിറ്റിയിലെ ഓപ്പർച്യൂണിറ്റീസ്. ഏത് അഡ്വേഴ്സ് കണ്ടീഷൻസിലും ഓപ്പർച്യൂണിറ്റി വരും. ചിലപ്പോൾ കോവിഡ് കാരണം 2 മാസം കമ്പനി അടച്ചിട്ട് 19 ലക്ഷം നഷ്ടമുണ്ടായാലും ഇല്ല, അതിനെ തടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, അല്ലേ? അത് വരുമ്പോൾ ഞാൻ അനുഭവിക്കാന്നല്ല. കാരണം ഒരു ചൊല്ലുണ്ടല്ലോ, ഈ മഴ പെയ്യുമ്പോൾ ആന എന്ത് ചെയ്യും? ആനയ്ക്ക് കുടയൊന്നുമില്ല, ആനയ്ക്ക് ഇറങ്ങിക്കാൻ വീടുണ്ടോ? ആനയ്ക്ക് മഴ പെയ്യുമ്പോൾ ആന നനയേണ്ടി വരും, അല്ലേ? അപ്പം ഞാൻ രണ്ടപ്പോഴാണെങ്കിൽ എന്റെ കമ്പനി 2 മാസം അടച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം വന്നിരിക്കും. ഓക്കെ, നഷ്ടം വരട്ടെ. പക്ഷെ അത് ഓവർകം ചെയ്യാനുള്ള ഒരു മാർഗം എന്റെ മുമ്പിൽ ഇന്നില്ലെങ്കിൽ നാളെ തെരഞ്ഞു വരും. ഞാൻ അതിൽ ഫോക്കസ്ഡ് ആയി. ഞാൻ ഈ നഷ്ടം ഓർത്തിട്ട് നഷ്ടം വന്നു, ഇനി ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല, ഇനി ടാക്സ് കൊടുക്കാൻ പറ്റത്തില്ല, ഇനി അത് ചെയ്യില്ല, ഞാൻ അത് ചെയ്യില്ല, ഞാൻ ഇനി എല്ലാം അങ്ങനെ ആക്കാൻ പോകും, ഇങ്ങനെ ആക്കാൻ പോവാണ്, ഞാൻ ഇത്ര ബുദ്ധിമുട്ട് തന്നില്ല. ആ ഒരു നെഗറ്റീവ് ചിന്താഗതിക്ക് ഉപരിയായിട്ട് വന്നോട്ടെ, ഒരു പ്രശ്നം വന്നതല്ലേ, പൊക്കോട്ടെ, 50 ലക്ഷം രൂപ പൊക്കോട്ടെ, നാളെ മുതൽ എങ്ങനെ എനിക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും? അടുത്ത മാസം കമ്പനി ഓടിക്കുമ്പോൾ ലാഭമൊന്നുമില്ല, കാരണം പ്രൊഡക്ഷനും സെയിലും ഒന്നുമില്ല. കഷ്ടിച്ച് ഒരു 2 ദിവസം അങ്ങനെ പൊക്കോട്ടെ. പ്രപഞ്ചം മൊത്തം ഒരു ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ, ലോകം മുഴുവൻ സംഭവിച്ച് നിൽക്കുമ്പോൾ ഞാൻ മാത്രം രക്ഷപ്പെടണം എന്നുള്ള ചിന്താഗതിക്കകത്ത് തന്നെ ഒരു പോസിറ്റീവ് ചിന്താഗതിയാണെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ എനിക്കിനകത്ത് രക്ഷപ്പെടണം, ഞാൻ ഇതിനകത്ത് കരകയറി വരും, എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വേണം, ഐ നീഡ് ഹെൽപ്പ്, ഐ വാണ്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് വാദിക്കും. അതിപ്പം നിങ്ങളുടെ എന്റർപ്രണർ ലൈഫിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ച കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ഇനി ഒരു മാഡം സൂചിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആകാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. Thank you for your words, sir. It was very informative and inspiring for all of us to be a successful entrepreneur. Now it's time to clarify your doubts and queries. Students can ask your questions by unmuting your mic. ധൈര്യമായിട്ട് ചോദിച്ചോ, നമ്മളിനി കാണാനൊന്നും പോകുന്നില്ല, നേരി കാണാനൊന്നും പോകുന്നില്ല. Hello, sir. Yes. Hi, sir. Good afternoon. Good afternoon. Myself, Abarna Manoj from Department of Management Studies.
My question is, how do we measure business success? അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഒരു ബിസിനസ് സക്സസിന്റെ ഒരു സ്കെയിൽ ഉണ്ടോ, മെഷർ ചെയ്യാനായിട്ടൊരു സ്കെയിൽ ഉണ്ടോ ബിസിനസ് സക്സസ്? So that was my question. Yeah. How do we measure business success? അപർണ, എൻ്റെ ജീവിതാനുഭവം വെച്ചിട്ട് ഞാൻ പറയാം. ആസ് പെർ മൈ എക്സ്പീരിയൻസ്, സക്സസ് ഈസ് എ വെരി റിലേറ്റീവ് ടൈം ആക്ച്വലി. Whether it is a business success or a life success, so it is relative. We always relate something with something and say success is related against failure. അല്ലേ? ഫെയിലിയർ അല്ലാത്ത ഒരാൾ വേണമെങ്കിൽ നമുക്ക് സക്സസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതൊരു ലാർജ് റിലമില്ല അല്ലേ? ബിസിനസ് സക്സസ് എന്ന് ഞാൻ പറഞ്ഞാൽ വിചാരിക്കുന്നത്, ഇഫ് യു ക്യാൻ ബിൽഡ് അപ്പ് ആൻ എന്റർപ്രൈസ് as per your vision, as per your initial vision, if you can build up an enterprise with your own efforts, and if you can, when you can sit back and say, see, my enterprise it has reached certain level, it is sustainable അല്ലേ? ഒരു നിലനിന്ന് പോകുന്ന ഒരു ബിസിനസ് എന്റർപ്രൈസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു എന്റർപ്രണർക്ക് അയാളുടെ ഒരു ബിസിനസ് സക്സസ് ആണെന്ന് പറയാൻ സാധിക്കും. വേറെ ഒന്നും ഒരു വർല്ലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല, ഓക്കെയാണ്. ഈ റിലേറ്റിവിറ്റി നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനം. കാരണം നമ്മൾ വൈറ്റ് നല്ലതാന്ന് പറഞ്ഞത് ബ്ലാക്ക് മോശമാണെന്ന് ചിന്തയുള്ളോട്ടല്ലേ അല്ലേ? ലൈറ്റ് ഈസ് ഗുഡ്, വി കമ്പയർ ലൈറ്റ് വിത്ത് ഡാർക്ക്നെസ്. തണുപ്പ് മോശമാണ് അല്ലെ? തണുപ്പ് നല്ലതാണ്, ചൂട് മോശമായോണ്ടല്ലേ? അപ്പോൾ നമ്മളുടെ ഈ മനുഷ്യർ എപ്പോഴും നമ്മളൊരു ബെഞ്ച് മാർക്കിംഗ് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ടൈം എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അതനുസരിച്ചാണ് ആൾക്കാർ അളക്കുന്നത്. പൊതുജനത്തിന്റെ അഭിപ്രായം നമ്മൾ നോക്കുക. പൊതുജനം ചിലപ്പോൾ നമ്മളൊരു വലിയ കാർ മേടിച്ച് ചിലപ്പോൾ പറയോ സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയെന്ന് പറഞ്ഞെന്നിരിക്കും. പക്ഷെ ഞാനൊരിക്കലും പബ്ലിക് ഒപ്പീനിയനെ തീരെ ശ്രദ്ധിക്കാറില്ല. കാരണം പബ്ലിക് ഒപ്പീനിയൻ യാതൊരു വിലയില്ല. നമ്മൾ അതിനൊരു സെൽഫ് ഒപ്പീനിയൻ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു സെൽഫ് സസ്റ്റൈനബിൾ ആയ ഒരു ബിസിനസ് എന്റർപ്രൈസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ as an entrepreneur, I think you are a successful entrepreneur. Okay. ആരെങ്കിലും? Good afternoon, sir. Good afternoon. ഒരാളെ സാർ, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടിനായിട്ട് മുമ്പേ നമുക്കൊരു ജോബ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് നമ്മുടെ ബിസിനസിനെ കുറച്ചും കൂടി സക്സസ് ആക്കില്ലേ, അല്ലെങ്കിൽ ഒന്നും കൂടി സ്ട്രോങ് ആക്കില്ലേ? ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു പ്രയർ എക്സ്പീരിയൻസ് ഉള്ള നല്ലതാണ്. പക്ഷെ പ്രയർ എക്സ്പീരിയൻസ് ഒരു സർവീസ് എക്സ്പീരിയൻസിൽ ഉപരിയായിട്ടൊരു ജോബ് എക്സ്പീരിയൻസ് ഉപരിയായിട്ടൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് കുറച്ച് നന്നായിരിക്കും. അതായത് പുറത്തൊക്കെ പോയി ഒന്ന് ജോലി ചെയ്യുക, പുറത്തുള്ള കുറച്ച് കൂടുതൽ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുക, പല ജീവിത സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി തീർച്ചയായിട്ടും അത് വലിയൊരു അസറ്റായിട്ട് വരും. നമ്മളൊരു ജോബ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയുമ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ജോബ്, ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനി. അവിടെ നിങ്ങൾക്ക് എത്രമാത്രം എക്സ്പോഷർ കിട്ടും എന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. എനിക്കറിയാം, പല ആൾക്കാരെ അറിയാം, ഒരേ പണി വളരെ കൺഫൈൻഡ് ആയിട്ടിരുന്ന് വർഷങ്ങളോളം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനൊരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അനുഭവമായെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഈ ഒരു എന്റർപ്രണർ ആകാൻ ആഗ്രഹമുള്ള ആൾക്കാർ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ എന്റർപ്രൈസ് ജോലി ചെയ്യാം. ഈ SME എന്നെ പോലുള്ള സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിൽ ചെറിയ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് തന്നെ കൂടുതൽ എക്സ്പോഷർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വലിയൊരു ഓർഗനൈസേഷന്റെ ചെറിയൊരു പാർട്ടായിട്ടിരിക്കാതെ ചെറിയൊരു ഓർഗനൈസേഷന്റെ ഒരു വലിയ പാർട്ടാക്കാൻ നോക്കുക. പറ്റുമെങ്കിൽ കേരളമൊക്കെ വിട്ടുപോയിട്ട്, സാധ്യമാണെങ്കിൽ ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ കേരളമൊക്കെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളുടെ മാറും. അങ്ങനെയുള്ള അനുഭവം ഉള്ളത് വളരെ നന്നായിരിക്കും. പക്ഷെ ഒരു പ്രീ ക്വാളിഫിക്കേഷൻ ഒന്നും അല്ല വേണം. Thank you, sir. Okay. Hello, sir. Yeah. My name is Aksa. I am from BCom department. So Yeah. my question is, ഇത് സാറ് തുടങ്ങിയ സമയത്ത് നെറ്റ് ഇഷ്യൂ കാരണം കയറാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് സാർ ഇത് പറഞ്ഞില്ലെന്ന് എനിക്കറിയില്ല. അതെന്നാലും ചോദിക്കുകയാണ്. അതായത് സാറിന് ഇങ്ങനെ ഈ റബ്ബറിന്റെ ഇതില് ഈ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്പിറേഷനും അതിന് സാറ് സ്പെൻഡ് ചെയ്ത ഇനീഷ്യൽ ഫണ്ടൊക്കെ എങ്ങനെയായിരുന്നു?
ഞാൻ പറഞ്ഞതാണ് ആ പോയിന്റ്. എൻ്റെ ഐ വാസ് ഓൾറെഡി ഇൻസ്പയർഡ്. എനിക്ക് ആദ്യം മുതലേ ഇത് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. റബ്ബർ ഫീൽഡിൽ ഉള്ള ക്വാളിഫിക്കേഷനും ജോലിയും റബ്ബർ ഫീൽഡിലായ കാരണം റബ്ബർ ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തു. ഫണ്ടൊന്നും ഉണ്ടായില്ല. ഫണ്ട് ഞങ്ങൾ ഇല്ലാത്ത കാരണം ഞങ്ങൾ കൂടുതൽ ആൾക്കാരെ ചേർത്ത്. ഞങ്ങൾ 6 പേര് കൂടി 2.5 ലക്ഷം രൂപ ഓരോരുത്തരുടെയും കമ്മിറ്റ്മെന്റ് അല്ല ഓരോരുത്തരുടെയും ഷെയർ ഇട്ടിട്ട് അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പം എൻ്റെ കയ്യിൽ ഫണ്ട് ഇല്ല എന്നുള്ള പ്രശ്നം ഞങ്ങൾ കൂടുതൽ ആൾക്കാരെ കൂട്ടിയാണ് പരിഹരിച്ചത്. ബാക്കി ലോൺ എടുത്തു. എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു തുക ലോണും 5-6 ലക്ഷം രൂപ ലോണും അന്ന് കിട്ടി. അതാണ് അത്ര കിട്ടിയുള്ളൂ. ഇപ്പൊ ഒരു 4 കോടിയോളം ലോൺ ഉണ്ട് കേട്ടോ. അപ്പൊ സാർ ഇപ്പൊ ഈ കൊറോണയും ലോക്ക്ഡൌണും ഒക്കെ ആയപ്പോ നമുക്ക് കുറച്ച് ഡൗൺ ആണല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പം സാറ് പറഞ്ഞു സാറിനൊരു 80 അത്രയൊക്കെ ആൾക്കാർ സ്റ്റാഫ് ഉണ്ടെന്ന്. അപ്പം അവർക്കുള്ള സാലറിയും കാര്യങ്ങളും പിന്നെ ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? നല്ല ക്വസ്റ്റ്യൻ ആണ്. എനിക്കെന്ന് വെച്ചാൽ ഇവിടെ കമ്പനി ഒരു ലോങ് ടേം ആയിട്ടുള്ള ഞങ്ങൾ ഫാമിലി കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ മില്ലേനിയം ഫാമിലി എന്ന് പറയും. അപ്പം വർഷങ്ങൾ എടുത്തു അത് ബിൽഡപ്പ് ചെയ്യാൻ. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ട്രാൻസ്പെയറന്റ് ആണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് സത്യമാണെന്ന് അവർക്കറിയാം. അപ്പൊ അങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഞങ്ങൾ കൂടുതലും ഇൻഹൗസ് ട്രെയിനിങ്ങിലാണ് ഞങ്ങൾ അവരെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആദ്യകാലത്ത് നമുക്ക് അങ്ങനെ ക്വാളിഫൈഡ് ആൾക്കാരെ എംപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അന്ന് വന്നവർക്കൊക്കെ ജോലി കൊടുത്തു. 20 വർഷമായിട്ട് എന്റെ കമ്പനി വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് ഇപ്പോഴും. അന്ന് ആദ്യം വന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അവരൊക്കെ കുറച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്തു, ട്രെയിനിങ് കൊടുത്തു, പ്രൊമോട്ട് ചെയ്തു. അതായത് ഈ ആൾക്കാരെ ട്രെയിൻ ചെയ്യുക, എവാലുവേഷൻ പ്രോസസ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഒരു 5 വർഷം മുമ്പ്. അതാണ് ഒരു ഗുണകരമായിട്ട് ഭവിച്ച കാര്യം. എവാലുവേറ്റ് ചെയ്യാം. എവാലുവേഷന് നമ്മളൊരു ബെഞ്ച് മാർക്ക് വെക്കുമല്ലോ. അത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊക്കെ അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ വെച്ചിട്ട് ആനുവൽ എവാലുവേഷൻ നടത്തും. ആനുവൽ എവാലുവേഷനിൽ വീക്ക്നെസ് ഉള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും പണിഷ്മെന്റ് കൊടുക്കില്ല. അവരെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ നോക്കും. അവരെ നമ്മൾ ട്രെയിനിങ് മോഡിലിടും. അവനെ ട്രെയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. ചില ആൾക്കാർ അത്ര കയറി വരില്ല. കയറി വരാത്ത ആൾക്കാരെ നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യുകയില്ല. പക്ഷെ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. എല്ലാവർക്കും ട്രെയിനിങ് കിട്ടാനുള്ള അവസരമുണ്ട്, പ്രൊമോട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്കുണ്ട്. അപ്പൊ പിന്നെ എവാലുവേഷൻ അടിസ്ഥാനത്തിൽ കൂടുതൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻക്രിമെന്റിലൊക്കെ വ്യത്യാസം കൊടുക്കും. അവർക്ക് കൂടുതൽ ശമ്പളം കിട്ടും, എല്ലാവർക്കും കൂടുതൽ ഇൻസെന്റീവ് കിട്ടും. അപ്പം ഈ പെർഫോമൻസ് റിവാർഡ്സ് എന്ന കൺസെപ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും അതിനൊരു ഹ്യൂമൻ ഫേസ് ഉണ്ട്. ഒരാൾക്കൊരു കഴിവ് കുറവാണെങ്കിൽ അയാൾ എന്നെ എടുത്തു കളയും, അങ്ങനൊന്നുമില്ല. പുള്ളി അവിടെ ഇരുത്തും. പുള്ളിക്ക് തന്നെ മനസ്സിലാവും എന്റെ പൊസിഷൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നത്. പിന്നെ ഈ കോവിഡ് കാലഘട്ടത്തിലെ അനുഭവം പറഞ്ഞാൽ കഴിഞ്ഞ ലോക്ക്ഡൌണിൽ സർപ്രൈസ് ആയിട്ടാണ് കമ്പനി ലോക്കായിട്ട്. എൻ്റെ കയ്യിൽ ഫിനാൻസ് ഒന്നും ഉണ്ടായില്ല, ബാങ്കിൽ ഫണ്ടൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എല്ലാവരോടും ഞാൻ പറഞ്ഞു, നമ്മൾ ലോക്ക്ഡൌൺ ആണ്, നമുക്ക് ശമ്പളം തരാൻ നിവൃത്തിയില്ല, നിങ്ങൾ വിഷമം വിചാരിക്കരുത്, പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ആൾക്കാർക്ക് അഡ്വാൻസ് മേടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സാലറി പ്രൊവൈഡ് ചെയ്യാതെ അത്യാവശ്യം ആൾക്കാർക്ക് എന്തെങ്കിലും വീട്ടാവശ്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യമുള്ളവർ മാത്രം അഡ്വാൻസ് മേടിക്കാൻ പറഞ്ഞു. 2 മാസം അവർക്ക് അഡ്വാൻസ് തുകയായിട്ട് കൊടുത്തു. ആ തുക ഞാൻ പിൻമാസം അത് തിരിച്ചു പിടിക്കുകയും ചെയ്യും. അതാണ് കഴിഞ്ഞ വർഷത്തെ അനുഭവം. ഈ വർഷം ലോക്ക്ഡൌൺ ആയപ്പോൾ കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ മാസം അവർക്ക് ഹാഫ് സാലറി കൊടുത്തു എല്ലാവർക്കും. അപ്പം അടുത്ത മാസം മുതൽ ഫുൾ സാലറി കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാലേ ഫാമിലി കൺസെപ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ്. കാരണം ഫാമിലിയിൽ നമുക്ക് ഉള്ളതില്ലതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, നമുക്ക് ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഷെയർ ചെയ്യണം. അപ്പം നമ്മളുടെ ജോലിക്കാരും ഒരു അളവ് വരെ ഫുള്ളായിട്ട് നമ്മളുള്ള ഡേറ്റ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. കോൺഫിഡൻഷ്യാലിറ്റി വേണ്ടിടത്ത് വേണം. കോൺഫിഡൻഷ്യാലിറ്റി വേണ്ടാത്ത കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യണം. അവർ നമ്മളുടെ ഉള്ള കാര്യവും ഇല്ലാത്ത കാര്യവും അറിയണം. പലർക്കും പറ്റുന്ന ഇല്ലാത്ത കാര്യം ഇല്ലെങ്കിൽ മാത്രം പറയും, ഉണ്ടെങ്കിൽ പറയില്ല. ഇവർക്കറിയാം ഉണ്ടെങ്കിൽ നമ്മൾ തരും, ഉണ്ടെങ്കിൽ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യും എന്നൊരു ദൃഢ വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കമ്പനിയിൽ ഒരാൾ വന്നാൽ അങ്ങനെ പിരിഞ്ഞൊന്നും പോകില്ല. എനിക്കൊന്ന് 10 വർഷം കഴിഞ്ഞ ആൾക്കാർ ഇന്നലെ 40-40 പേരുണ്ട്. എല്ലാവരും മലയാളി ലോക്കൽ ആൾക്കാരാണ് നമ്മൾ ജോലി കൊടുത്തിരുന്നത്. പുറമേ നിന്ന് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒന്നും ആരും എടുത്തിട്ടില്ല. അപ്പൊ ഒരു ഓപ്പൺ ഫ്രാങ്ക് അപ്രോച്ച് ആകാമെന്നാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. പലരും ഇത് ചെയ്യാറില്ല, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പലരും ചെയ്യാറില്ല. പക്ഷെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോഴേ പണ്ടൊക്കെ വളരെ പണ്ട് കാലങ്ങളിൽ തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്നുണ്ട്. കാരണം 200 രൂപയ്ക്ക് ആളെ കിട്ടും, 150 രൂപയ്ക്ക് കിട്ടും, 100 രൂപയ്ക്ക് കിട്ടും. പിന്നെ ഭക്ഷണം കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തില്ലാലും കുഴപ്പമില്ല.
അവരെ ഷാബിയ എൻവയോൺമെന്റിൽ താമസിപ്പിക്കുക, ഒരു ചൂഷണം വരുന്നത്. അവരുടെ ഒരു ബാർഗനിങ് പവറിനെ നമ്മൾ വ്യവസായികൾ ഒരു 10 വർഷം മുമ്പ് വരെ ചൂഷണം ചെയ്യുന്നു. ഇപ്പൊ ഇവർ തിരിച്ച് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ അവർക്ക് ശമ്പളമായി, അന്യസംസ്ഥാനക്കാരായാലും ശമ്പളമായി, അവർക്ക് അവരുടെ റൈറ്റ്സിനെ കുറിച്ച് ബോധ്യമായി, ശമ്പളം മര്യാദ കൊടുത്താൽ അവർ വരില്ല. അപ്പൊ ഇവരിങ്ങോട്ട് ഇപ്പൊ തിരിച്ച് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ചെയ്യുന്നത് ഇവർ രണ്ടുമില്ല, അങ്ങോട്ടും ചൂഷണമില്ല ഇങ്ങോട്ടും ചൂഷണമില്ല. ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ട്, ഇല്ലെങ്കിൽ എല്ലാവരും സഫർ ചെയ്യേണ്ടി വരും. അങ്ങനെ അതിനകത്തൊരു ലോങ് ടൈം പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ആൾക്കാരൊന്നും നമ്മുടെ നിന്ന് വിട്ടുപോകില്ല. അവർ നമ്മുടെ കൂടെ ഒന്ന് ആത്മാർത്ഥമായിട്ട് അവർ ജോലി ചെയ്യും. പിന്നെ ഞാൻ ചോദിക്കാറുണ്ട്, നമ്മൾ ഒരാളെ കൊണ്ട് പിടിച്ചിരുത്തി ജോലി ചെയ്യുക, കറക്റ്റ് 9:30 മണിക്ക് വന്നിട്ട് 5:30 പോകാൻ പാടും നിഷ്കർഷിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ 9:30 മുതൽ 5:30 വരെ പുള്ളി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമുക്ക് അവരുടെ ഫിസിക്കൽ പ്രസൻസ് മാത്രമേ കണിശമായിട്ട് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ മനസ്സിനെ നമുക്കിന്ന് കയ്യിലെടുക്കാൻ സാധിക്കുന്നു, അന്ന് മുതൽ നമുക്ക് അവരുടെ നിന്ന് ഡിസൈഡ് റിസൾട്ട്സ് കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ സാർ, ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചോട്ടെ. അതായത് ഇപ്പം സാറിന്റെ സക്സസ് സാർ എന്തിനോടാണ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്? അതെ, ഞാൻ തന്നെ പറയുവാണ് ഞാൻ സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയെന്ന്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ്സിലെ സക്സസിന്റെ ഒരു അളവുകോലെന്ന് ഞാൻ കാണുന്നത് ഒരു സസ്റ്റൈനബിൾ ആയ ബിസിനസ്, ഒരു നിലനിൽക്കുന്ന ബിസിനസ് എനിക്ക് കെട്ടിപ്പടുക്കാൻ പറ്റി. ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ, പക്ഷെ എനിക്ക് ഇപ്പൊ അറിയാം എന്റെ ബിസിനസ് ഒരു ഇന്ത്യയിൽ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു ബിസിനസ്സായി മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ വളരെ ചെറിയൊരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ ആ ഫീൽഡിൽ ഞാൻ എന്റെ ബിസിനസ് നമ്പർ 1 ആണ്. എന്റെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളൊക്കെ വളരെയധികം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്, ക്വാളിറ്റി ഡെമോൺസ്ട്രേറ്റഡ് ആണ്, മാർക്കറ്റിൽ അക്സെപ്റ്റഡ് ആണ്. എന്റെ കസ്റ്റമേഴ്സ് എല്ലാം എന്നോട് എന്റെ പ്രോഡക്റ്റ് എടുക്കുന്നതിൽ വളരെ ഹാപ്പിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കസ്റ്റമർ ഹാപ്പി ആയതുകൊണ്ടും അവർക്ക് ഒത്തിരി ബെനിഫിറ്റ് കിട്ടുന്നത് കൊണ്ടും എന്റെ ബിസിനസ് നിലനിൽക്കും എന്നെനിക്ക് ഒരു ആത്മാർത്ഥമായ വിശ്വാസമുണ്ട്. ആ രീതിയിൽ സക്സസ് എന്ന് വിളിക്കുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ മോള് കരോളിനകത്ത് പങ്കെടുക്കുന്നുണ്ട്, കരോളിൻ മരിയ. ആളും ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്റർപ്രണർ വല്ലതും ആയിക്കോന്ന് പറഞ്ഞപ്പം വേണ്ടാന്ന് പറഞ്ഞ് നടക്കുകയാണ്. ജോലിക്കൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതിന് ചാൻസ് കിട്ടും, ഞാൻ മീറ്റിൽ പങ്കെടുക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആരും ഒരിക്കലും ഈ കാര്യം നിർബന്ധിക്കാൻ പാടില്ല. ഇതൊക്കെ ഒരു സെൽഫ് ചോഫൺ ആകണം, എന്നാലേ സെൽഫ് റെസ്പോൺസിബിലിറ്റി വരുള്ളൂ. പക്ഷെ മോട്ടിവേഷൻ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഞങ്ങളെ പോലുള്ള കമ്മ്യൂണിറ്റികളുണ്ട്, എക്സിസ്റ്റിംഗ് എന്റർപ്രണേഴ്സ് ഉണ്ട്. ഞങ്ങൾ എപ്പോഴും പുതിയ എന്റർപ്രണേഴ്സ് വെൽക്കം ചെയ്യുള്ളൂ. ഒരു പുതിയ ഒരാളുടെ വന്നാൽ ഞങ്ങൾക്ക് കോമ്പറ്റീറ്റർ ആവുന്ന ഒരു ചിന്ത ഞങ്ങൾക്ക് എന്റർപ്രണേഴ്സിനില്ല, ഞങ്ങളുടെ സംഘടനയ്ക്കുമില്ല. അപ്പൊ നിങ്ങളിതൊരു ഹയർ ലെവലിലേക്ക് ടേക്ക് അപ്പ് ചെയ്യുന്ന പോകുന്ന ആൾക്കാരൊക്കെ നമ്മളെയൊക്കെ ബന്ധപ്പെടുക. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് ഉണ്ട്, അയ്യന്തോള് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്, DAC എന്ന് വിളിക്കും. അവിടെ ഈ എന്റർപ്രണർഷിപ്പ് ഗൈഡൻസ് ഒക്കെ ഉണ്ട്. എല്ലാ ഗൈഡൻസും ഒന്നും അവിടെ കിട്ടത്തില്ല, പക്ഷെ നിങ്ങൾക്ക് സഹായം തരാൻ ബാധ്യതയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്. അവിടെ ആൾക്കാരോട് ബന്ധപ്പെടാം. പിന്നെ കാഞ്ഞാണിയിൽ MSME ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് കേരളത്തിലുള്ള ഏക ഓഫീസാണ് അവർക്ക് തൃശ്ശൂരുള്ളത്. അപ്പൊ നമുക്ക് തൃശ്ശൂരായതുകൊണ്ട് അവരും അസസബിൾ ആണ്. ബിസിനസ് പ്രൊമോഷനൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും സെക്ടർ ബേസ് ആയിട്ട് എന്തെങ്കിലും പർട്ടിക്കുലർ ഫീൽഡിലേക്ക് വല്ല അഗ്രോ ബേസ്ഡോ അല്ലെങ്കിൽ വല്ല റബ്ബർ ബേസ്ഡോ അങ്ങനെ സെക്ടർ ബേസ്ഡ് ആയിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഗൈഡൻസും ഒക്കെ അവിടെ നിന്ന് കിട്ടും. ബിസിനസ് തുടങ്ങിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ സംഘടന ഇടപെടുന്ന അതിലാണ്. ആൾക്കാർ പ്രശ്നത്തെ പോയി ചാടും, കറണ്ട് കിട്ടുന്നില്ല, മറ്റേ രജിസ്ട്രേഷൻ കിട്ടുന്നില്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലൈസൻസ് കൊടുക്കുന്നില്ല, ഉടനെ ഞങ്ങൾ ഇടപെടും. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. കാരണം ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ലീഡറായിട്ട് പറയുമ്പോൾ അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഓഫീസേഴ്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഉടനോട്ടായിരിക്കും മാറ്റി വെക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള യങ് എന്റർപ്രണേഴ്സിന്റെ ആവശ്യങ്ങളൊക്കെ ഇടപെട്ട് ഞങ്ങളുടെ സംഘടനയും നിൽക്കുന്നുണ്ടോ, നിങ്ങളൊക്കെ ഏതെങ്കിലും അവസരങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ബന്ധപ്പെടാം. കാരണം നല്ല രീതിയിൽ എന്റർപ്രണർഷിപ്പ് വളർത്തുക മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിന് പുരോഗതി ഉള്ളെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. വേറെ യാതൊരു മാർഗവും നമ്മുടെ മുമ്പിൽ ഇല്ല. അപ്പൊ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു സോഷ്യൽ കോസ് തന്നെയാണ്. നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഒരു പാർട്ടാണത്. അപ്പൊ ആർക്ക് എന്ത് ചെറിയ ഇഷ്യൂ വന്നു കഴിഞ്ഞാലും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. ഓക്കെ, Thank you, sir. I hope that's it with the Q&A session. Let me now invite Aishwarya Rafi for the vote of thanks. Thank you, Nida. Good afternoon, the respected guests, teachers, and my dear friends.
On the behalf of the entire department and students, I would like to present the vote of thanks. First of all, my sincere thanks to Almighty God for making today's event grand success. I would like to give a really heartfelt vote of thanks to our chief guest, Mr. Joby Joseph, who spent his time grace this occasion. Today, we had the opportunity to hear your thoughts, and this is definitely encouraging us in our future events. Next, I would like to thank our dearest principal, Dr. Sister Maggie Joes, for giving us this opportunity. I would like to thank the department and the teachers for all their effort taken. Last but not the least, I would like to thank the audience for the patience listening. Once again, thank you all and have a nice day. Thank you. Thank you all. Best wishes. Thank you, Becky. Thank you, sir. Thank you all.